90+ മൈ ട്യൂഷൻ ആപ്പ് ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ്. PSC നിയമനത്തെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് ഈ സർക്കാർ പിൻവാതിൽ നിയമനം നടത്തുന്നുവെന്ന യൂത്ത് കോൺഗ്രസിന്റെ ആക്ഷേപമാണ്. ആ ആക്ഷേപവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചാണ്. മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. ന്യൂസ് ഈവനിംഗ് വിശദമായി പരിശോധിക്കുന്നത് പിൻവാതിൽ നിയമനങ്ങളിലൂടെ PSC നിയമനങ്ങളെ നോക്കുകുത്തിയാക്കുകയാണോ സർക്കാർ? വീണ്ടും ഒരു സമരകാലത്തേക്ക് നമ്മൾ പോവുകയാണോ? ന്യൂസ് ഈവനിംഗ് ആരംഭിക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ പി സരിൻ, യുവമോർച്ച ദേശീയ സെക്രട്ടറി അനൂപ് ആന്റണി, CPM-നെ പ്രതിനിധീകരിച്ച് KT കുഞ്ഞിക്കണ്ണനെയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആദ്യം ഡോക്ടർ പി സരിനിലേക്ക്. ഡോക്ടർ പി സരിൻ, ഇന്ന് നിയമസഭാ സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമാസക്തമാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. PSC ഏകദേശം 1.5 ലക്ഷം നിയമനങ്ങൾ നടത്തിയെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. അഡ്വൈസ് മെമ്മോ കൊടുത്തിരിക്കുന്നു 1,51,000-ത്തിലധികം ആളുകൾക്ക് എന്നാണ്. 100 ദിന കർമ്മ പരിപാടിയിൽ പ്രഖ്യാപിച്ചതിലും കൂടുതൽ നിയമനം നടത്താൻ ഈ സർക്കാരിന് സാധിച്ചു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ഈ നിയമനങ്ങളെല്ലാം മരവിപ്പിച്ച പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നുവെന്നാണ്. എന്താണ് ഇതിലെ വാസ്തവം? അരുൺ, യൂത്ത് കോൺഗ്രസ് പറയുന്നത് കൊണ്ട് അരുൺ ഇതൊന്നും വിശ്വസിക്കണം എന്ന് ഞങ്ങൾ പറയുന്നില്ല. പകരം വ്യത്യസ്തങ്ങളായ റാങ്ക് ലിസ്റ്റുകളുടെ ആ കാലാവധി നീട്ടിയെടുക്കുന്നതിന് വേണ്ടിയും മറ്റുമൊക്കെ ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഓരോ റാങ്ക് ലിസ്റ്റിലുള്ളവരും ഓരോ സംഘടന ഉണ്ടാക്കി പല തരത്തിലും മന്ത്രിമാരെയും മുഖ്യമന്ത്രിയും ഒക്കെ കണ്ട് PSC ചെയർമാനെ കണ്ട് ബോധിപ്പിച്ചുമൊക്കെ നിവേദനങ്ങൾ കൊടുത്തിരുന്നു. കാരണം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോ ഒരു കാലാവധി പൂർത്തിയാകുന്ന റാങ്ക് ലിസ്റ്റുകളെ ദയവ് ചെയ്ത് ഒരു 6 മാസത്തേക്ക് കൂടി നീട്ടിയെടുക്കണമെന്നായിരുന്നു. വളരെ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പരിഗണന കൊണ്ട് അതിനെ അങ്ങനെ കണക്കാക്കണം എന്നൊക്കെയായിരുന്നു ആവശ്യം. ലളിതമായ ആവശ്യങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് അതിനോട് ഒരിക്കലും ഒരു മൃദു സമീപനമല്ലായിരുന്നു സർക്കാർ വെച്ച് പുലർത്തിയത്. പല റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി അവസാനിച്ചതായി ഏകപക്ഷീയമായി തീരുമാനിക്കുകയും നിയമനം കാത്തിരുന്നവർ, സാധാരണഗതിയിൽ നമുക്കെല്ലാവർക്കും ഒരു പ്രസിഡൻസ് ഉണ്ടാവുമല്ലോ, മുൻ റാങ്ക് ലിസ്റ്റിൽ എങ്ങനെയായിരുന്നു, എത്രത്തോളം ആളുകൾക്കായിരുന്നു ജോലി കിട്ടിയത്, ജനറൽ മെറിറ്റിലും ഓരോ റിസർവേഷൻ കാറ്റഗറിയിലും എത്ര റാങ്ക് വരെ നിയമന ഉത്തരവ് വന്നിരുന്നു, ആ ഒരു കണക്കെടുപ്പിൽ ഓരോ ഉദ്യോഗാർത്ഥികളും പ്രതീക്ഷയോടെ കാത്തിരുന്നിരുന്നു. ആ പ്രതീക്ഷകളെ ഒക്കെ തല്ലിക്കെടുത്തും വിധം കഴിഞ്ഞ 4-4.25 വർഷത്തിനിടയ്ക്ക് ഒരു പക്ഷേ കേരളത്തിൽ ഒരു അപ്രഖ്യാപിത നിയമന നിരോധനം തന്നെ നടപ്പിലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 1.5 ലക്ഷം ജോലികളാണ് PSC വഴി നൽകിയത്. സർക്കാർ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യും എന്നുള്ളത് ഇപ്പോ ബഡ്ജറ്റിൽ മാത്രമല്ല പറഞ്ഞത്, പ്രകടന പത്രികയിൽ LDF-ന്റെ 2016 എല്ലാം ശരിയാക്കാൻ വന്ന പ്രകടന പത്രികയിലും 25 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നായിരുന്നു പറഞ്ഞത്. പ്രതിവർഷം 5 ലക്ഷം. അതെല്ലാം സർക്കാർ ജോലിയാണെന്നല്ല യൂത്ത് കോൺഗ്രസ് പറയുന്നത്. ആ ഫെസിലിറ്റേറ്ററുടെ റോൾ, എംപ്ലോയ്മെന്റ് ജനറേഷൻ എന്ന് പറയുന്ന കേരളത്തിലെ പശ്ചാത്തല സൗകര്യ വികസനവും അതുപോലെ തന്നെ തൊഴിൽ ദാതാക്കൾക്ക് ഇവിടെ പുതിയ തൊഴിൽ മേഖലകൾ കൂടി തുറക്കുന്നതിന് പറ്റുന്ന രീതിയിലുള്ള വ്യവസായങ്ങളാവട്ടെ, മറ്റ് സംരംഭങ്ങളാവട്ടെ, ഞാൻ ആവർത്തിക്കുന്നു, സംരംഭങ്ങൾ, ഇതൊക്കെ തുടങ്ങാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുങ്ങുമ്പോഴാണ് ഈ പറയുന്ന 5 ലക്ഷം സംഭവിക്കുക. എന്നാൽ കഴിഞ്ഞ 4.25 ലക്ഷം വർഷത്തിൽ ഈ 25 ലക്ഷത്തിൽ എത്ര പേർക്ക് തൊഴിൽ പുതുതായി കണ്ടെത്താൻ സാധിച്ചു കേരളത്തിൽ എന്നുള്ളതിന്റെ ഒരു സ്കോർ കാർഡ് ഒരിക്കലും പിണറായി സർക്കാരോ ധനമന്ത്രിയോ മുന്നോട്ട് വെച്ചിട്ടില്ല. ബഡ്ജറ്റിലും അത് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ബഡ്ജറ്റിൽ വീണ്ടും ആളുകളെ വിഡ്ഢിയാക്കും വിധം 8 ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും വരുന്ന സാമ്പത്തിക വർഷം എന്നാണ് പറയുന്നത്. 8 ലക്ഷം തൊഴിലവസരങ്ങൾ ഒറ്റ വർഷം കൊണ്ടെന്നു. 8 ലക്ഷം തൊഴിലവസരങ്ങൾ 4.25 വർഷം കൊണ്ട് പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സർക്കാർ 8 ലക്ഷം തൊഴിലവസരങ്ങൾ ഒറ്റയടിക്ക് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിൽ ആരെയാണ് വിഡ്ഢികളാക്കുന്നത്? കഴിഞ്ഞ ദിവസം നാഷണൽ ഗെയിംസിലെ മെഡൽ ജേതാക്കളായവർക്ക് തൊഴിൽ കൊടുത്തു എന്ന് പറഞ്ഞ് അവരുടെ ഫോട്ടോ വെച്ച് വരെ പരസ്യ പ്രചരണം നടത്തിയ ആളുകൾ, അതേ റാങ്ക് ജേതാക്കൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ തൊഴിലിന് വേണ്ടി, സ്ഥിര നിയമനത്തിന് വേണ്ടി കൈക്കുഞ്ഞുമായി വന്ന് അവരുടെ ട്രാക്ക് സ്യൂട്ട് ഇട്ടുകൊണ്ടാണ് കേരളത്തിനെ പ്രതിനിധാനം ചെയ്ത് നാഷണൽ ഗെയിംസിൽ മെഡൽ വാങ്ങിയവരാണ് അവർ ഓരോരുത്തരും. അവർ നിന്ന് കണ്ണീരും കയ്യുമായി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ പൊതുസമൂഹം എന്റെ ഒരു സംശയം, 1,51,000 ആളുകൾക്ക് അഡ്വൈസ് മെമ്മോ അയച്ചു എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? കാര്യം ഇത് നിയമസഭയിൽ രേഖാമൂലമാണ് മുഖ്യമന്ത്രി പറയുന്നത്.
മാത്രവുമല്ല UDF സർക്കാരിന്റെ കാലത്തെ അപേക്ഷിച്ച് കരാർ നിയമനങ്ങൾ ഏറ്റവും കുറവുണ്ടായിരുന്നതും ഈ LDF സർക്കാരിന്റെ കാലത്താണ് എന്ന് മുഖ്യമന്ത്രി കണക്കുകൾ ഉദ്ധരിച്ച് പറയുകയും ചെയ്യുന്നു. ഈ രണ്ടു കണക്കുകളും മുൻപിൽ നിൽക്കുമ്പോൾ UDF സർക്കാരിന്റെ കാലത്തേക്കാൾ 3 ഇരട്ടിയിലധികം കൂടുതൽ PSC നിയമനങ്ങൾ ഈ സർക്കാരിന്റെ കാലത്തുണ്ടായി എന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത്. അവകാശവാദം ഞാൻ പറയട്ടെ അരുൺ, ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? കണക്കുകൾ എന്ന് പറയുന്നത് ഒരാൾക്ക് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിർഭാഗ്യവശാൽ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ബേസ് ലൈൻ എന്ന് പറയുമ്പോൾ സൗകര്യാർത്ഥം അതിന്റെ ബേസ് ലൈനുകൾ മാറ്റാം. സൗകര്യാർത്ഥം ഒരു വർഷത്തെ മറ്റൊരു വർഷവുമായിട്ടുള്ള സാഹചര്യങ്ങളുമായി തട്ടിക്കിഴിക്കാതെ തന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞു വെക്കാം. ഇവിടെ ഞാൻ പറയുന്നല്ലോ, പ്രക്ഷോഭത്തിൽ യൂത്ത് കോൺഗ്രസ് അല്ല മുൻനിരയിൽ. പ്രക്ഷോഭത്തിലുള്ളത് ഇവിടെ ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് നിയമനം കിട്ടുമെന്ന് സ്വാഭാവികമായ പ്രതീക്ഷയിലിരുന്ന വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളുമാണ്. അവരെ മുഖവിലേക്കെടുക്കുന്നതിലാണ് ഇവിടെ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നത്. അവരാണ് ഇതിന്റെ മുന്നണി പോരാളികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ യുവജന സംഘടനകൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഈ സമരം ഇതൊരു പക്ഷേ പിണറായി വിജയൻ ഉണ്ടാക്കുന്ന ഒരു തിയറി എന്ന് പറയുന്നത് കർഷക സമരം പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സമരമാണ് എന്ന് മോഡി ആവർത്തിച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഉദ്യോഗാർത്ഥികളെ എന്തോ നിരത്തിലിറക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന യുവജന സംഘടനയാണ് എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് സാമാന്യ ജനം. ഇവിടെ ആവശ്യങ്ങളുമായും നിവേദനങ്ങളുമായും ഓഫീസ് പടികൾ കയറി സംശയം, ചില കണക്കുകൾ നമ്മുടെ മുന്നിൽ ഈ ബേസ് ലൈൻ ഒക്കെ മാറ്റുന്നുവെന്ന് നമ്മൾ പറയുമ്പോഴും ആ കണക്കുകളെ നിരാകരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് 2016 അധികാരത്തിൽ വന്നതിന് ശേഷം 1,33,132 പേർക്കാണ് 2020 ഏപ്രിൽ വരെ നിയമനം നൽകിയതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിനുശേഷം വീണ്ടും നിയമനം തുടർന്നു. കോവിഡ് കാലത്ത് 4000-ഓളം പുതിയ തസ്തികകൾ ആരോഗ്യവകുപ്പിൽ തന്നെ സൃഷ്ടിക്കാൻ ഈ സർക്കാരിന് സാധിച്ചിരിക്കുന്നു. അതിൽ തന്നെ നിയമനം നടത്തി ഒരു വലിയ രീതിയിലുള്ള മാസ് ഡ്രൈവ് റിക്രൂട്ട്മെന്റ് ആരോഗ്യവകുപ്പിൽ നടത്തുന്നത് നമ്മൾ തന്നെ സാക്ഷിയായതുമാണ്. അപ്പോൾ ഇത്തരത്തിൽ PSC നിയമനങ്ങൾ എക്കാലത്തെയും വലിയ നിയമനങ്ങൾ നടത്തിയ സർക്കാരാണ് എന്ന കണക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ആ കണക്കുകളെ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് നേരിടുന്നത്? അരുൺ, ആരോഗ്യ മേഖലയിലെ റിക്രൂട്ട്മെന്റിനെ പറ്റി അരുൺ വാചാലനാവുന്നത് സാഹചര്യം മനസ്സിലാക്കാതെയാണോ എന്ന് എനിക്കറിയില്ല. അനധിസാധാരണമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടി നമുക്ക് മുന്നൊരുക്കമായിട്ടും അതിനെ താങ്ങി നിർത്തുന്നതിനു വേണ്ടി വന്നിരുന്നത്. അതിനു വേണ്ടിയാണ് ഈ നിയമനങ്ങളൊക്കെ നടത്തിയത്. അത് ഒരുപക്ഷെ കോവിഡ് ഇല്ലായിരുന്നു എങ്കിൽ ഈ പറയുന്ന ആരോഗ്യ വകുപ്പിന്റെ മാതൃക മാത്രം മുന്നോട്ട് വെക്കുമ്പോൾ വേറൊരു വകുപ്പിലും അത് എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നുള്ളതിന്റെ ഉത്തരം കൂടിയാണത്. ആരോഗ്യ വകുപ്പിലെ ഒരു അതിസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അതിനെ നേരിടേണ്ടതിന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കപ്പാസിറ്റി ബിൽഡിംഗ്, തൊഴിൽ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ചാനൽ കൂടിയാണ് സർക്കാരിന്റെ തൊഴിൽ എന്ന് പറയുന്നത്. സർക്കാർ ജോലി അല്ലാതെ ഒരു ഉദ്യോഗാർത്ഥിക്ക് കിട്ടേണ്ട ഒരു അവകാശം പോലെയോ മാത്രമായിട്ട് അതിനെ ഒരു സൈഡിൽ നിന്ന് മാത്രം അതിനെ കാണുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അത്തരം ചാനലുകളെ സർക്കാരിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ആ പ്രവർത്തനത്തിലേക്ക് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി താൽക്കാലിക നിയമനത്തിലോ അല്ലെങ്കിൽ സ്ഥിരപ്പെടുത്താതെയോ ഉള്ളവർ അതിലേക്ക് കയറി വരികയാണെങ്കിൽ ഉണ്ടാകാൻ പറ്റുന്ന അപകടങ്ങളെ പറ്റി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഒരു നിമിഷം വരാം. ഞാൻ ശ്രീ KT കുഞ്ഞിക്കണ്ണനിലേക്ക് പോകുന്നു. KT കുഞ്ഞിക്കണ്ണൻ ഇന്ന് നിയമസഭാ മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് നേരിട്ടു. അക്രമാസക്തമാകുന്നത് കണ്ടു, ഒരു ഘട്ടത്തിൽ സംഘർഷത്തിൽ കലാശിക്കുന്നതൊക്കെ കണ്ടു. പക്ഷേ അവരുയർത്തുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് ഈ സർക്കാരിന്റെ കാലത്ത് പിൻവാതിൽ നിയമനങ്ങൾ ഇറങ്ങിപ്പോകാൻ പോകുന്ന സർക്കാർ തിടുക്കപ്പെട്ട് നടത്തുന്നു. അത് ലൈബ്രറി കൗൺസിലിന്റെ കാര്യത്തിലാണെങ്കിൽ, അത് യുവജനക്ഷേമ ബോർഡിന്റെ കാര്യത്തിലാണെങ്കിൽ ഒക്കെ തന്നെ ഈ പിൻവാതിൽ നിയമനങ്ങൾ തകൃതിയായി ഈ സർക്കാർ നടത്തുന്നു. യൂണിവേഴ്സിറ്റിയിലെ നിയമനത്തിന് ഈ സർക്കാർ മുതിർന്നു. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഏൽക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ടായി. അങ്ങനെ പിൻവാതിൽ നിയമനങ്ങളിലൂടെ മാത്രമാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇത് യുവജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ്, PSC നോക്കുകുത്തിയാക്കുകയാണ് ഈ സർക്കാർ എന്നൊക്കെ പറഞ്ഞാണ് യൂത്ത് കോൺഗ്രസ് വരുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് യുവാക്കളെ സംബന്ധിച്ച് ഈ വിഷയം വലിയൊരു വിഷയമായി ഉയർത്തിക്കാട്ടാനാണ് യൂത്ത് കോൺഗ്രസ് ശ്രമിക്കുന്നത്. സ്വാഭാവികമായും PSC നിയമനം കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ പിന്നാലെ ചിന്തിക്കുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ കഴിയുമോ? അരുണേ, ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് ചർച്ചയിൽ വന്നിരിക്കുന്ന ഡോക്ടർ സരിൻ തന്നെ കണക്കുകൾ എങ്ങനെയും സൃഷ്ടിക്കാന്നാ പറയുന്നത്. മുഖ്യമന്ത്രി നിയമസഭയിൽ വെച്ചത് മാത്രമല്ല, വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് വിവരാവകാശ നിയമം ഉപയോഗപ്പെടുത്തി ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ വിവരം കിട്ടും. തെറ്റായ വിവരം നടപടി എടുക്കാമല്ലോ. കേരളത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയത്
1,51,513 നിയമനങ്ങൾ നടത്തുന്നതാണ് TSC വഴി. കേരളത്തിന്റെ സമകാലീന ഭരണ ടേമുകൾ നോക്കിയാൽ, UDF-ന്റെ കാലം നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ നിയമനം നടന്നിട്ടുണ്ടോ ഏതെങ്കിലും കാലത്ത്? എന്ന് മാത്രമല്ല, ഈ നിയമനങ്ങളെല്ലാം ഒഴിവുകൾ നികത്തുക മാത്രമല്ല ചെയ്തത്, പുതിയ തസ്തികകൾ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് കോവിഡിന്റെ ഒരു അത്യാഹിത സാഹചര്യത്തെ പ്രതിരോധിക്കാനായിരിക്കും എന്ന് പറഞ്ഞ് സരിൻ ഇവിടെ ഒഴിവുകയാണ്. വളരെ ദുർബലമായ വാദങ്ങൾ ഉയർത്തി അനാവശ്യമായ സമരം സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള തങ്ങളുടെ ഈ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ ഒരു ജാള്യത മറക്കാറില്ല. എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് വളരെ ഗൗരവമായിട്ട് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത ആളുകളാണ് ഞങ്ങളെന്ന് പറയാനാണ് കോവിഡിനെയും കേരളത്തിലെ വികസന പദ്ധതികളെയെല്ലാം കുത്തിത്തിരിപ്പുകളിലൂടെ തകർക്കാൻ ശ്രമിച്ചവർ, അതിന് തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചവർ, അതിന് കേന്ദ്ര ഏജൻസി. ഞാനിപ്പോൾ തിരിച്ചു വരാം. മുഖ്യമന്ത്രി സാമൂഹ്യ സംഘടനാ നേതാക്കളുമായി നടത്തുന്ന ചർച്ചയിലെ ഒരു വാർത്ത കൂടി എനിക്ക് പ്രേക്ഷകരെ അറിയിക്കേണ്ടതുണ്ട്. വളരെ വേഗം ഞാൻ ചർച്ചയിലേക്കും പാനലിസ്റ്റുകളിലേക്കും തിരിച്ചു വരാം. ഇപ്പോൾ മുഖ്യമന്ത്രി വിവിധ സാമൂഹ്യ സംഘടനാ നേതാക്കളുമായി നടത്തുന്ന ചർച്ച പുരോഗമിക്കുന്നു. തത്സമയം എന്താണ് നാം കേരളത്തിന്റെ പൊതുവായ വികസനത്തിന് ഇനി ചെയ്യാനുള്ളത്? അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള പൊതുവായ അഭിപ്രായം മുഖ്യമന്ത്രി പിണറായി വിജയൻ സാമൂഹ്യ സംഘടനാ നേതാക്കളുമായി നടത്തുന്ന ചർച്ച ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വിവിധ സാമൂഹ്യ സംഘടനകൾ നേതാക്കളുമായി മുഖ്യമന്ത്രി കാണുകയാണ്. ആ തത്സമയ ചർച്ചയിലേക്ക് നമ്മൾക്ക് വീണ്ടും എത്താം. നമ്മൾ ചർച്ചയിലേക്ക് പോകുന്നു. KT കുഞ്ഞിക്കണ്ണൻ, അങ്ങേക്ക് തുടരാം. KT, അങ്ങേക്ക് തുടരാം, കേൾക്കാമെങ്കിൽ. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും നാൾ കഴിഞ്ഞ 4.5 വർഷക്കാലം കേരള സർക്കാരിന്റെ ക്ഷേമോന്മുഖവും വികസനോന്മുഖവുമായ നയങ്ങളെ കുത്തിത്തിരിപ്പുകളിലൂടെയും BJP സർക്കാരിന്റെ കേന്ദ്ര സഹായത്തിന്റെ ഏജൻസികളെ അരികുപറ്റിക്കൊണ്ടും തകർക്കാൻ ശ്രമിച്ചവരാണ് ഇവിടുത്തെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ. ആ കോൺഗ്രസ്സുകാര് തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ എന്ത് ജനങ്ങളോട് പറയും? ഞങ്ങൾ ലൈഫ് പദ്ധതിക്കെതിരായിരുന്നു എന്ന് പറയാൻ പറ്റൂ? ഞങ്ങൾ കേരളത്തിന്റെ കേഫോൺ പദ്ധതിക്കെതിരായിരുന്നു എന്ന് പറയാൻ പറ്റൂ? അതൊന്നും പറഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാണിച്ചിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ പശ്ചാത്തലത്തിൽ അങ്ങേയറ്റം പരിഷ്കരണമായ കോൺഗ്രസ് നേതാക്കൾ യൂത്ത് കോൺഗ്രസുകാരെ തെരുവിലിറക്കി കുറച്ച് അക്രമങ്ങളും കുറച്ച് അതിക്രമങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഞങ്ങൾ സമരം ചെയ്യുകയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വൃഥാശ്രമമാണ് നടത്തുന്നത്. വസ്തുതകൾ എന്താണ്? കേരളത്തിൽ PSC നിയമനം ഇത്രയധികം നടന്നൊരു കാലം ഉണ്ടായിട്ടില്ല. പുതിയ തസ്തിക സൃഷ്ടിച്ചു ഗവൺമെന്റ്. വിവിധ വകുപ്പുകൾ കണക്ക് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. സാമൂഹ്യ ആരോഗ്യ നീതി വകുപ്പില് 5,985 പോസ്റ്റുകളാണ്, തസ്തികളാണ് ഈ സർക്കാർ സൃഷ്ടിച്ച് നിയമനം നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ജുഡീഷ്യറിയിൽ 1,990 തസ്തികളാണ് സൃഷ്ടിച്ച് നിയമനം നടത്തിയിട്ടുള്ളത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ 4,933 തസ്തികളാണ് പുതുതായി സൃഷ്ടിച്ച് നിയമനം നടത്തിയിട്ടുള്ളത്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ 3,540 തസ്തികളാണ് പുതുതായി സൃഷ്ടിച്ച് നിയമനം നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 721 തസ്തികളാണ് പുതുതായി സൃഷ്ടിച്ച് നിയമനം നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ സർക്കാർ ഇങ്ങനെ നിയമനം പുതിയ തസ്തികൾ നടത്തിയത് 27,000-ഓളം പോസ്റ്റുകളിലാണ്, തസ്തികളിലാണ്. അപ്പൊ ഇത് ഉമ്മൻചാണ്ടിയുടെയോ അതിനു മുമ്പുള്ള ആന്റണിയുടെയോ ഭരണകാലവുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്താൽ ഇത്രയധികം പുതിയ തസ്തിക സൃഷ്ടിച്ചിരുന്നോ? 90-കൾക്ക് ശേഷം ഡോക്ടർ അരുണെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സർക്കാർ സർവീസുകളിൽ കടുത്ത നിയമന നിരോധനം ഏർപ്പെടുത്തിയവരാണ്. തസ്തികൾ നികത്താതിരുന്ന ആളുകളാണ്. ഇന്ന് കേന്ദ്ര സർക്കാർ 8 ലക്ഷം തസ്തികളിൽ നിയമനം നടത്താതിരിക്കുമ്പോൾ കേന്ദ്രത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ പാർട്ടിയും പ്രതിപക്ഷ പാർട്ടിയുമായ കോൺഗ്രസ്, അവരുടെ യുവജന വിഭാഗമായ യൂത്ത് കോൺഗ്രസ് കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനെതിരായി സമരം ചെയ്യാതെ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം നമുക്ക് അനൂപ് ആന്റണി നമുക്കൊപ്പമുണ്ട്. യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറിയാണ്. 8 ലക്ഷത്തോളം തൊഴിലുകൾ കേന്ദ്ര സർവീസിൽ നികത്താതെയാണ് ഇവിടെ BJP ഈ തൊഴിൽ നിയമന നിരോധനമുണ്ട് എന്ന പ്രസ്താവന ഇറക്കുന്നത് എന്നാണ് KT കുഞ്ഞിക്കണ്ണൻ പറയുന്നത്. മാത്രമല്ല, ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തേണ്ടത് സെക്രട്ടേറിയറ്റിലേക്കായിരുന്നില്ല, AG's ഓഫീസിലേക്കായിരുന്നു. കാരണം കേന്ദ്രത്തിന്റെ തൊഴിൽ നിയമന നിരോധനം നിലവിലിരിക്കുന്നു. 8 ലക്ഷത്തോളം തൊഴിലുകൾ നികത്താത്ത BJPക്ക് ഈ 27,000-ഓളം പുതിയ തസ്തികകൾ അഡീഷണൽ ആയിട്ട് അനുവദിച്ച ഈ സർക്കാരിനെ എങ്ങനെ കുറ്റപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ചോദ്യം. അനൂപ്. അരുണ്, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഇന്ന് ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ വന്നിരിക്കുന്ന വിഷയം കേരളത്തിലെ PSC നിയമന നിരോധനവും പിൻവാതിൽ നിയമനവും.
കുറെ നാളുകളായിട്ട് കേരളത്തിൽ ഇതിനെതിരെ സമരം നടത്തി വരുന്ന ഒരു സംഘടനയാണ് യുവമോർച്ച. ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസ് വന്നു, ശരി തന്നെ. പക്ഷെ എന്നിരുന്നാൽ പോലും കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഈ സമരത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു സംഘടനയുടെ പ്രതിനിധി എന്ന നിലയിൽ ഇന്ന് കഴിഞ്ഞ 2020 ഏപ്രിലില് CMEAയുടെ കണക്കുകൾ പ്രകാരം കേരളത്തിന്റെ തൊഴിലില്ലായ്മ നിരക്ക് എന്ന് പറയുന്നത് 17% വർദ്ധിച്ചു എന്നിരിക്കുന്ന ഒരു സാഹചര്യത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു വസ്തുത, ഇവിടെ കണക്കുകൾ പലതും പറഞ്ഞല്ലോ. അതായത് കഴിഞ്ഞ 4.5 വർഷത്തിൽ ഇടതുപക്ഷത്തിന്റെ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 4.5 വർഷത്തിനുള്ളിൽ റിട്ടയർ ചെയ്ത് ഏകദേശം 1 ലക്ഷത്തിൽ പരം വേക്കൻസികളാണ് കേരളത്തിൽ വന്നത് പല സർക്കാർ സ്ഥാപനങ്ങളിലും. എന്നിരുന്നാൽ കൂടി ഒരു കണക്ക് നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കണക്കുണ്ട്. അതായത് 1,77,000 ആളുകളെ പിൻവാതിൽ വഴി നിയമിച്ചു. ഈ പിൻവാതിൽ നിയമനം നമുക്കറിയാം. ഇപ്പൊ ലോക്ക്ഡൌണിന്റെ കാലഘട്ടത്തില് ആരോഗ്യ മേഖലയിൽ 6,000 പേരെ എടുത്തു എന്നൊക്കെ പറഞ്ഞു. ശരി, അത് ആ സമയത്ത് ആവശ്യമായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം. ഞങ്ങൾ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, എന്തുകൊണ്ട് അപ്പൊ എന്തിനാണ് ഈ PSCയും ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ഒക്കെ അതിലേക്ക് വെറും നോക്കുകുത്തിയായി നിർത്തിയിരിക്കുകയല്ലേ? അതുവഴി എടുക്കുന്ന പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ പേര് വരുന്ന ഉദ്യോഗാർത്ഥികളെ നോക്കുകുത്തികളായി നിർത്തിക്കൊണ്ട് ഈ പിൻവാതിൽ വഴി നിയമനം നടത്താനാണ് പിന്നെ PSCയും പിന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ഒക്കെ എന്തിനാണ്? കാരക്കോണത്ത് മരിച്ച അനു 76ാം എക്സൈസ് ലിസ്റ്റ് 76ാം റാങ്കിൽ വന്ന അനുവിന് എന്തിനാണ് മരിക്കേണ്ടി വന്നത്? കാരണം റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുക്കാതെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നതുവരെയും താൽക്കാലിക നിയമനം നടത്തി CPM-ന് കൊടി പിടിക്കുന്നവരെയും SFIയുടെയും DYFIയുടെയും ആൾക്കാരെ മാത്രം, അല്ലെങ്കിൽ മന്ത്രിമാരുടെയും സ്റ്റാഫിന്റെയും ബന്ധുക്കളെ മാത്രം പിൻവാതിൽ വഴി നിയമിക്കുന്ന നയം. ആ നയത്തിനെതിരെയാണ് ഇന്ന് യുവമോർച്ച പോരാടുന്നത്. കാരണം കണക്കുകളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ 6,000 ഇതിന്റെ കാര്യം പറഞ്ഞു, ആരോഗ്യ മേഖലയുടെ കാര്യം പറഞ്ഞു, വേറെ ഏതെല്ലാം സ്ഥാപനങ്ങൾ ഇപ്പൊ CDIT അല്ലെങ്കിൽ സ്കോൾ കേരള അല്ലെങ്കിൽ ലൈബ്രറി കൗൺസിലിന്റെ കാര്യം പറഞ്ഞു, കിക്കാർഡിന്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, അങ്ങനെയുള്ള ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, അങ്ങനെ നിരവധി സംഘടനകൾ. ഒന്നും വേണ്ട, കേരളത്തിലെ സർവകലാശാലകൾ, ഗവൺമെന്റ് സർവകലാശാലകൾ മാത്രമായിട്ട് കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് 3000-ൽ പരം വേക്കൻസികളാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്യാതെ നേരിട്ട് നിയമനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തില് ഞങ്ങൾ ഉന്നയിക്കുന്ന വാദം എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ PSCയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ഒക്കെ എന്തിനാണ്? പക്ഷേ KT കുഞ്ഞിക്കണ്ണനും മുഖ്യമന്ത്രിയും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം, 8 ലക്ഷത്തോളം തൊഴിൽ നികത്താതെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി BJP ഇരിക്കുമ്പോൾ യുവമോർച്ച എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഇത്തരത്തിലൊരു ന്യായമൂർത്തി സമരം ചെയ്യാത്തത്? ഈ 8 ലക്ഷത്തോളം തൊഴിൽ കിട്ടിയെങ്കിൽ സ്വാഭാവികമായും അതിന്റെ ആനുപാതികമായ ഒരു വിഹിതം കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ലഭിക്കുമല്ലോ. അരുണെ, കഴിഞ്ഞ അതായത് ഒക്ടോബർ 2020 EPFOയുടെ കണക്കുകൾ, അതായത് നമുക്കറിയാം എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ, അതിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ കണക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ സർക്കാർ മേഖലയിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ ഒരു സ്ഥിരമായിട്ടുള്ള ജോലികൾ കയറുന്നവർ, അങ്ങനെയുള്ളവരാണ് EPFOയിൽ രജിസ്റ്റർ ചെയ്യുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 2020 രജിസ്റ്റർ ചെയ്തവരുടെ കണക്ക് 56% വർദ്ധിച്ച് 11.5 ലക്ഷമായി ഭാരതത്തില്. പോട്ടെ, ആ 11.5 ലക്ഷത്തിനകത്ത് പ്രൈവറ്റ് മാറ്റിവെക്കാം. എന്നിരുന്നാൽ പോലും അതിന്റെ ഒരു 1% അല്ല 1/3 വിഭാഗം സർക്കാർ ഉദ്യോഗാർത്ഥികളല്ലേ? ഏത് വകുപ്പിലാണ്? റെയിൽവേ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളായ റെയിൽവേയിൽ നിയമനമുണ്ടോ? അരുണ, ഞാൻ പറഞ്ഞല്ലോ EPFOയില് ഞാൻ പറഞ്ഞു ഈ 11.5 ലക്ഷം കഴിഞ്ഞ ഒക്ടോബറിൽ, കഴിഞ്ഞ ക്വാർട്ടറിലെ മാത്രമാണ്. അത് അംബാനി കൊടുത്ത തൊഴിലാണ്, അത് അദാനി കൊടുത്ത തൊഴിലാണ്. നരേന്ദ്രമോദി കൊടുത്ത തൊഴിൽ എവിടെ എന്നുള്ളതാണ് ചോദ്യം. അരുണിന്റെ കണക്കുണ്ടോ ഈ പറയാൻ? തിരിച്ചു കണക്കുണ്ടോ അരുണിന്റെ കയ്യിൽ? എത്ര പുതിയ കേന്ദ്ര സർക്കാർ നിയമനങ്ങൾ നടന്നു എന്ന് കണക്കുണ്ടോ പറയാൻ? ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 1,51,513 എന്നൊരു കണക്ക് പറയുന്നു. BJPക്കുണ്ടോ കേന്ദ്രത്തിൽ കഴിഞ്ഞ ഈ 6.5 വർഷമായി കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ കേന്ദ്ര സർക്കാരിലേക്ക് നടത്തിയ അപ്പോയിന്റ്മെന്റ് എത്ര? വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലേക്ക് നടത്തിയ അപ്പോയിന്റ്മെന്റ് എത്ര? ഈ 8 ലക്ഷത്തിൽ വരുന്ന കണക്കിന്റെ അടിസ്ഥാനം എന്താണ് അരുണെ? റെയിൽവേയിലടക്കം വിവിധ തൊഴിലുകൾ, വിവിധ തൊഴിലിടങ്ങളിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ അടക്കം, റെയിൽവേയിലടക്കം ലക്ഷം ആളുകളെ എടുത്തു എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞുവെന്ന് അരുൺ തന്നെ പറഞ്ഞല്ലോ. ഇവിടെ സരുണും പറഞ്ഞു, അരുണും പറഞ്ഞു. അതിന്റെ വാസ്തവം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിക്ക് വ്യക്തമായിട്ട് കണക്കുകൾ ഉണ്ടെന്നൊക്കെ. മുഖ്യമന്ത്രി ഈ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, ഈ 8 ലക്ഷം എന്ന് പറയുന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനുള്ള തിരിച്ചുള്ള ചോദ്യം ഇതാണ്, ഈ റെയിൽവേയുടെ വകുപ്പിൽ ഏതെങ്കിലും തൊഴിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ ആളുകൾ പണിയെടുക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേയിൽ പുതിയ നിയമനങ്ങൾ നടക്കുന്നുണ്ടോ?
ഞാൻ അനൂപ് തിരിച്ചു വരാം. KT കുഞ്ഞിക്കണ്ണൻ, അനൂപിന്റെ ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഈ പിൻവാതിൽ നിയമനങ്ങളിലൂടെ ഈ നിയമനത്തെ കേരള സർക്കാർ അട്ടിമറിക്കുന്നത് എന്നാണ്. മറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ 8 ലക്ഷം, താങ്കൾ തന്നെ സൂചിപ്പിച്ച 8 ലക്ഷം തൊഴിലവസരങ്ങൾ ഈ കേന്ദ്ര സർക്കാർ നികത്താതിരിക്കുന്നുവെന്ന് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ എന്നാണ് അനൂപ് ചോദിക്കുന്നത്. അരുണെ, യുവമോർച്ചയുടെ പ്രതിനിധിയായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അനൂപിന് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. PSC എന്ന് പറയുന്നത് കൃത്യമായ നിയമങ്ങളുടെ, ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതൊരു ജുഡീഷ്യൽ, ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഒരു സ്ഥാപനം ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലാണ് നിയമനം നടത്തി, പരീക്ഷ നടത്തി, റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് നിയമിക്കേണ്ടത് എന്നുള്ള ഒരു വ്യവസ്ഥയുണ്ട്. ഈ കേരളത്തിന്റെ ഒരു സാഹചര്യം മനസ്സിലാക്കണം. ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങൾ PSC നിയമനാധികാരത്തിന് പുറത്താണ്. ആ അത്തരം സ്ഥാപനങ്ങൾ നടക്കുന്ന നിയമനങ്ങളെ ഒരു കാരണവശാലും പുറംവാതിൽ നിയമനമായി കാണരുത്. PSCക്ക് പുറത്ത് നിയമനാധികാരമുള്ള സ്ഥാപനങ്ങൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തിരിക്കുന്നത് എന്താണ്? കമ്പനികളും ബോർഡുകളും കോർപ്പറേഷനുകളും ഉൾപ്പെടെ 51 സ്ഥാപനങ്ങൾ PSC നിയമനത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അതിനുള്ള ക്രമീകരണം ഉണ്ടാക്കിക്കൊടുക്കുക. അത്തരം ഒരു പ്രോസസ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിന്റെ ഒരു സവിശേഷ സാഹചര്യത്തെ കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോഴും PSCയുടെ നിയമനാധികാരത്തിന് കീഴിൽ വരാത്ത സ്ഥാപനങ്ങളെ, കോർപ്പറേഷനുകളെയും കമ്പനികളെയും ഏജൻസികളെയും PSCക്ക് കീഴിൽ കൊണ്ടുവരിക. എന്നാൽ അനൂപ് പ്രതിദാനം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷ നടത്തി 3000 തസ്തികൾ, 3 ലക്ഷത്തോളം തസ്തികൾ ഒഴിവ് നികത്താനായിട്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കഴിഞ്ഞ 6 വർഷക്കാലത്തിനിടയിൽ എത്ര പേരെ നിയമിച്ചു എന്ന് അനൂപിന് പറയാൻ പറ്റുമോ? അക്ഷരാർത്ഥത്തിൽ റെയിൽവേയിലെ നിയമന നിരോധനമാണ്. ഇന്ത്യയിലെ പൊതുമേഖല കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും ഒട്ടുമിക്ക ബോർഡുകളിലും നിയമന നിരോധനമാണ്. ഈ നിയമന നിരോധനത്തോടൊപ്പം തന്നെ എന്താ നടക്കുന്നത്? അതൊക്കെ തന്നെ സ്വകാര്യവൽക്കരിക്കുക. അങ്ങനെ സ്വകാര്യവൽക്കരിച്ച് ഈ സ്ഥാപനങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു നടപടി സ്വീകരിക്കുന്ന സമയത്താണ് കേരളം പോലെ ഒരു സമൂഹം സർക്കാരിന് നേരിട്ട് നിയമനം നടത്താൻ PSC ആശ്രയിക്കേണ്ടതില്ലാത്ത മേഖലകളിൽ കൂടി PSC നിയമനത്തിനുള്ള ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ടാക്കുന്നത്. പക്ഷെ എന്റെ സംശയം അതല്ല ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അതിപ്പോ ഈ സർവകലാശാലകളിലെ നിയമനം PSCക്ക് വിടുമെന്ന് സർക്കാർ പറയുന്നു. പക്ഷേ ആ സർവകലാശാലകളിലെ നിയമനം PSCക്ക് വിടാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ സർക്കാർ നടത്തുന്നു. അത് ഹൈക്കോടതിയിൽ തടയപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. അവിടെ മുഖം നഷ്ടപ്പെട്ടു. അവിടെ PSCക്ക് നിയമനങ്ങൾ നടത്തുന്നു, PSCക്ക് നിയമനം വിട്ടുകൊടുക്കുന്നു എന്ന് പറയുന്ന സർക്കാരിൻ്റെ കള്ളത്തരം പൊളിഞ്ഞത് അവിടെയാണ്. നേരത്തെ സ്കോളിൻ്റെ കാര്യം പറഞ്ഞു. ഈ രജിസ്ട്രേഷന് വേണ്ടി മാത്രമുള്ള വകുപ്പിൻ്റെ നിയമനത്തിൻ്റെ കാര്യത്തിൽ നിയമനം നടത്തിയിട്ട് എങ്ങനെയാണ് നിയമന രീതി എന്ന് പറയാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പറഞ്ഞ യുവജനക്ഷേമ ബോർഡിൻ്റെ കാര്യം തിരികെ കയറ്റിയിരിക്കുന്നു. ഈ പറയുന്ന ലൈബ്രറി കൗൺസിലിലേക്ക് തിരികെ കയറ്റിയിരിക്കുന്നു. ഇതിലൊന്നും തന്നെ സുതാര്യമായ രീതിയിലുള്ള നിയമന പ്രക്രിയ നടക്കുന്നില്ല. അതാണ് ആവർത്തിച്ചു പറയുന്നത്. ഇങ്ങനെ വിവിധ ബോർഡുകളിൽ ഇത്തരത്തിലുള്ള PSCക്ക് നിയമനം വിടാതെ പാർട്ടി സ്വന്തം സ്വത്തായി കൊണ്ട് നടക്കുന്ന രീതിയിലേക്ക് നിയമനം നടത്തുന്നതിനെതിരെയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ചത്. KT കുഞ്ഞിക്കണ്ണൻ, ഇല്ല, പാർട്ടി സ്വന്തം സ്വത്തായിട്ടൊന്നും കരുതിയിട്ടല്ല അവിടെ നിയമനം നടക്കുന്നത്. രാജ്യത്ത് നിലനിൽക്കുന്ന, നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് അവിടെ നിയമനം നടക്കുന്നത്. അതിന് ആക്ഷേപങ്ങൾ വരിക സ്വാഭാവികമാണ്. അത്തരം ആക്ഷേപങ്ങൾ കൂടി പരിഹരിക്കാനും ഇത്തരം സ്ഥാപനങ്ങളെ കൂടി, ബോർഡുകളെ കൂടി PSCക്ക് കീഴിൽ കൊണ്ടുവരാനുള്ള നിയമനിർമ്മാണ പ്രക്രിയയാണ് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം. ഇതാണ് KT കുഞ്ഞിക്കണ്ണന്റെ ആർഗ്യുമെന്റ്. ഈ സർക്കാർ കൂടുതൽ ബോർഡുകളിലെ നിയമനങ്ങളടക്കം PSCക്ക് വിടാൻ താല്പര്യം കാണിക്കുന്ന സർക്കാരാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സർക്കാരെ അല്ല, ഇതൊരു പ്രത്യേക ജനസിൽപ്പെട്ട സർക്കാരാണ്. KT സരിൻ, അത് തന്നെയാണ് അരുൺ നമ്മളും പറയുന്നത്. ഇതൊരു പ്രത്യേക ജനസിൽപ്പെട്ട സർക്കാരാണ്. കാരണം ആവശ്യാനുസരണം അല്ലെങ്കിൽ ഇവിടെ ഒരു നടപടിക്രമത്തിലെയോ അല്ലെങ്കിൽ വീഴ്ചകളെയോ ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന പരാതിക്കാരായിട്ടുള്ള സമരത്തിന്റെ രീതിയിലേക്ക് കടക്കേണ്ടി വരുന്ന ഓരോരുത്തരെയും ശത്രുസ്ഥാനത്ത് നിർത്തുന്ന പ്രത്യേക ജനസ് തന്നെയാണ്. അവിടെ പ്രശ്നത്തിനുള്ള പരിഹാരമല്ല കാണുന്നത്. ഒരു പ്രശ്നം അവതരിപ്പിക്കപ്പെട്ടാൽ അതിനെ എങ്ങനെ ഇല്ലാതെയാക്കാം എന്നുള്ളതിന് പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പും അല്ല എടുക്കാറുള്ളത്. പകരം പിന്തിരിപ്പൻ നയങ്ങൾ, അതിനെ അടിച്ചമർത്താനും ഇല്ലാതെയാക്കാനുള്ള ശ്രമം. ഇപ്പൊ PSCയുടെ വിശ്വാസ്യതയെ പറ്റിയൊക്കെ ശ്രീ കുഞ്ഞിക്കണ്ണൻ പറയുന്നത് കേട്ടപ്പോ ഈ നസീമുമാരും ശിവരഞ്ജിത്തുമാരും ഒക്കെ ഈ സിവിൽ പോലീസ് ഓഫീസർമാരുടെ, CPOമാരുടെ ലിസ്റ്റിലേക്കൊക്കെ കയറിക്കൂടിയത് എങ്ങനെയാണെന്ന് കേരളം ഈ കഴിഞ്ഞ കാലത്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കിയത്. അട്ടിമറിക്കാൻ CPMനെ പോലെ ഒരു സംഘടനാ സംവിധാനവും തിരികെ കയറ്റാൻ എല്ലാ തരത്തിലും ഒത്താശ ചെയ്യുന്ന
സർക്കാർ സംവിധാനത്തിലെ ഉദ്യോഗസ്ഥരും ഉള്ളപ്പോൾ ഒരു PSC പരീക്ഷയുടെ നടത്തിപ്പിൽ പോലും എത്ര ഗുരുതരമായ വീഴ്ചകളാണ് വന്നത് എന്ന് ആലോചിച്ചു നോക്കുക. ഇതേ ആളുകളാണ് പിന്നീട് PSCയുടെ വിശ്വാസ്യതയുടെ പേരിൽ സ്ഥിര നിയമനം നേടുകയും അവർ പാർട്ടിയുടെ ചട്ടകങ്ങളായി മാറുകയും ചെയ്യുന്നത്. ഇവിടെ സംഭവിക്കുന്നത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ പൊളിറ്റിക്കലൈസേഷൻ ആണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷനെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളതാണ് ഏത് ഏകാധിപതിയുടെയും രീതി. അതിലേക്ക് തിരികെ കയറ്റുകയോ പിടിച്ചെടുക്കുകയോ വളച്ചൊടിക്കുകയോ പൊതുജനത്തിന് മനസ്സിലാവാത്ത രീതിയിൽ ഇപ്പൊ കുഞ്ഞിക്കണ്ണൻ ഇവിടെ വടിവത്ത ഭാഷയിൽ ന്യായീകരിച്ച് മറിക്കുകയോ ചെയ്യുന്നത് പോലെയൊക്കെ തന്നെയാണ് എല്ലാ കാലത്തും സംഭവിച്ചിരിക്കുന്നത്. അതിന് പ്രതിരോധം ഉയർന്നു വരും, പ്രതിഷേധം ഉണ്ടാകും. കാരണം ഈ സരിൻ, എന്റെ ഒരു സംശയം, ഇപ്പോൾ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ 52ഓളം പുതിയ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിൽ നിയമനം PSCക്ക് വിടാൻ ഈ സർക്കാർ തീരുമാനിച്ചു. പൊളിറ്റിസൈസ് ചെയ്യാനായിരുന്നുവെങ്കിൽ ഈ ബോർഡുകളുടെയും കോർപ്പറേഷനുകളുടെയും കമ്പനികളുടെയും എല്ലാം ഈ നിയമനം PSCക്ക് വിടേണ്ട ആവശ്യമുണ്ടായിരുന്നു. 27,000 പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു എന്നേ, അതാണ് KT കുഞ്ഞിക്കണ്ണൻ പറയുന്നത്. അങ്ങനെയുള്ള സർക്കാരിനെ ഇങ്ങനൊരു ആരോപണം ഉയർത്തി നേരിടുക സാധ്യമാണോ? ഞാൻ വേറൊരു ലളിതവൽക്കരിച്ചിട്ടുള്ള ഒരു കാര്യം പറയാം. സന്നദ്ധ സേന എന്ന് പറയുന്ന വളണ്ടിയർ രജിസ്ട്രേഷൻ ഉണ്ട് കോവിഡിന്റെ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ചെയ്യാം. മുമ്പ് അതിന് വേറൊരു രീതിയിലായിരുന്നു രജിസ്ട്രേഷൻ എടുത്തിരുന്നത്. നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ താല്പര്യമുള്ള ഓരോ ചെറുപ്പക്കാരും ഓരോ പൊതുപ്രവർത്തകനും അതിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. അതിനെ വളരെ കൃത്യമായ ഒരു ഫിൽട്ടറിലൂടെ കടത്തിവിട്ട് പാർട്ടി കൊടുക്കുന്ന ലിസ്റ്റിൽ DYFI ചെറുപ്പക്കാർ മാത്രം നാടിനെ സേവിച്ചാൽ മതി എന്ന് ഒരു അലിഖിത നിയമം ഉണ്ടാക്കിയെടുത്ത് അതിലൂടെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് പാർട്ടിയുടെ മുഖത്തെ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്ന CPMന്റെ പൊളിറ്റിക്കൽ ബുദ്ധിനെ ഞാൻ വേണമെങ്കിൽ പകവെച്ച് തരാം. പക്ഷേ അറിഞ്ഞും അറിയാതെയും അവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തങ്ങൾ മാത്രം മതി എന്നും അതിലേക്ക് വേണ്ട വിധത്തിലേക്കുള്ള ക്രമീകരണങ്ങൾ നടത്തുക. ഇനി 52 ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പറയുമ്പോൾ അത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണെന്നോ പറയും, ഏതൊക്കെ കമ്മീഷനുകളാണെന്നോ ബോർഡുകളാണെന്നോ എനിക്കറിയില്ല. പക്ഷേ വേണ്ട രീതിയിലേക്ക് ഇപ്പൊ ഉദാഹരണത്തിന് കില എന്ന് പറയും, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. എന്തിനേറെ പറയുന്നു, നമ്മുടെ നമ്മുടെ പ്രശസ്തനായ നമ്മുടെ സിനിമാ സംവിധായകൻ കമൽ, അദ്ദേഹത്തിന്റെ ഒരു നോട്ട് ഈ ഇടയ്ക്ക് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായി. അതിലെന്താണ് സർക്കാർ നടപടിയെടുത്തത്? ശരി, ചർച്ചയായപ്പോ നടപടിയെടുത്തതിനെ പറ്റി അരുൺ ഈ ചർച്ചയായപ്പോഴാണോ നടപടിയെടുത്തത്? പിന്നെ അല്ലാതെ എപ്പോഴാണ് നടപടിയെടുത്തത് അരുണെ? നടപടിയെടുത്ത വിവരമല്ലേ മുഖ്യമന്ത്രി അറിയിച്ചത്? അരുണെ, സ്വപ്ന സുരേഷിന് നല്ല പോസ്റ്റിംഗ് ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. അതിനെ ഞാൻ പിൻവാതിൽ നിയമനം എന്നൊന്നും പറയില്ല. സ്വപ്നയുടെ ക്രെഡിബിലിറ്റിയും സ്വപ്നയുടെ എഫിഷ്യൻസിയും കണ്ട് മനസ്സിലാക്കിയാണ് IT ഡിപ്പാർട്ട്മെന്റ്. അല്ല, ഈ ചലച്ചിത്ര അക്കാദമിയുടെ കാര്യത്തിൽ അങ്ങ് പറഞ്ഞത് തിരുത്തണം. കാരണം ഈ സർക്കാർ എടുത്ത നടപടി മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുകയായിരുന്നു. അതിൽ AK ബാലൻ എഴുതിയിരുന്നത് കമൽ പറഞ്ഞതുപോലെ ഇടതുപക്ഷക്കാരെ തിരികെ കയറ്റുന്ന തരത്തിലുള്ള മാനദണ്ഡമല്ല ചലച്ചിത്ര അക്കാദമിയിലെ നിയമനത്തിന്റെ രീതി എന്ന് നിയമ സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ ഈ കമലിന്റെ ഫയലിൽ എഴുതിയിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ കമൽ എഴുതിയത് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയോ ഈ സർക്കാരോ അംഗീകരിച്ചിരുന്നുവെങ്കിൽ സരിൻ പറയുന്നത് വസ്തുത മനസ്സിലാവും. യഥാർത്ഥത്തിൽ ആ സബ്മിഷൻ ഉന്നയിച്ച് നിങ്ങൾ പെടുകയാണ് ഉണ്ടായത്. ആ സബ്മിഷൻ ഉന്നയിച്ചതോടെ പൊതുജനത്തിന് കാര്യം ബോധ്യമായി. സർക്കാർ കമലിന്റെ ആവശ്യം അംഗീകരിച്ചു കൊടുത്തില്ല എന്ന്. അപ്പോൾ ഈ സർക്കാരിൽ കൂടുതൽ വിശ്വാസ്യത കിട്ടുകയല്ലേ ചെയ്യുന്നത് സരിൻ? അതെ. എന്നിട്ട് ആ കമലിനെ പുറത്താക്കുക കൂടി ചെയ്യായിരുന്നു സർക്കാരിന്. കാരണം ഏതെങ്കിലും ഒരു സീറ്റില് പൊതുസ്വതന്ത്രമായി നിർത്താൻ വേണ്ടി നിർത്തിയിരിക്കുകയായിരിക്കുമല്ലോ കമലിനെയൊക്കെ. അരുൺ, ഒരു അല്പമെങ്കിലും വിശ്വാസ്യത ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കണമായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തിയ അദ്ദേഹത്തിന് ആ തൽസ്ഥാനത്ത് നിന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നോട്ട് എഴുതിയതെന്ന് ചോദിക്കണ്ടേ? ഈ നോട്ടൊക്കെ എഴുതി ചേർക്കുന്നത് എങ്ങനെയാന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാവുന്നു. ഒരു വിഷയം പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വന്നപ്പോ അതിനെ പ്രതിരോധിക്കാൻ വേണ്ട ഒരു നടപടി എടുത്തു എന്നുള്ളതിനപ്പുറം അതൊക്കെ വകവെച്ചു കൊടുക്കാത്ത ഒരു സർക്കാരാണ് ഇത് എന്ന് ഈ സർക്കാരിന് കൃത്യമായി അറിയുന്നവരാണല്ലോ ഈ ചെയർമാൻമാരും ബോർഡ് ചെയർമാൻമാരും. ഈ ചലച്ചിത്ര അക്കാദമിയിൽ സംഭവിച്ചതും സ്വപ്ന സുരേഷിന്റെ നിയമനം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്നടക്കം ഷാഫി പറമ്പിൽ വലിയ രീതിയിലുള്ള പ്രതിരോധം ഉയർത്തിയത്. ഷാഫി പറമ്പിൽ ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യവും ഇന്നലെ 2 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യവും എല്ലാ ഈ യുവജനങ്ങളുടെയും ചിറ്റപ്പന്മാർ മന്ത്രിമാരാകാത്തത് അവരുടെ കുറ്റമല്ലല്ലോ എന്നാണ്. കൊച്ചച്ചന്മാർ മന്ത്രിമാരാകാത്തതാണോ ഈ ചെറുപ്പക്കാരുടെ കുറ്റമെന്നാണ് ഷാഫി പറമ്പിൽ ചോദിക്കുന്നത്. സ്വപ്ന സുരേഷുമാരാകാത്തതാണോ ഈ ചെറുപ്പക്കാരുടെ കുറ്റമെന്നാണ് ചോദിക്കുന്നത്. കമലിനെ പോലെയുള്ളവർ ഇത്തരം കത്തെഴുതി സ്വജനപക്ഷപാതത്തിലൂടെ നിയമനം നടത്താനുള്ള നിർദ്ദേശം കൊടുത്തിട്ടും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് എന്തുകൊണ്ട് മാറ്റുന്നില്ല എന്നാണ് സരിനടക്കമുള്ളവർ ചോദിക്കുന്നത്. ഇത് തന്നെ ഈ സർക്കാരിന്റെ ഈ നിലപാട് വ്യക്തമാക്കുന്നു എന്നാണ്. സർക്കാർ എന്ന് പറയുന്ന ഒരു ഘടനാപരമായ സംവിധാനമാണ്.
ആ ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ക്രമീകരണങ്ങൾ, റൂൾസ് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഒരു ഗവൺമെന്റ് ഇക്കാര്യത്തിലുള്ള ഉത്തരവാദിത്വം, ആത്മാർത്ഥത എന്ന് പറയുന്നത്. സർക്കാരിന്റെ കീഴിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ, കോർപ്പറേഷനുകളില്, ബോർഡുകളില് ഒക്കെ തന്നെ ഇങ്ങനെയാണ് നിയമനം നടക്കുന്നത്. കഴിവുള്ള ആളുകൾ താൽക്കാലികമായി നിയമിക്കപ്പെടുകയും അവർ ദീർഘകാലം പ്രവർത്തിക്കുകയും ചെയ്താൽ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തിന്റെ തന്നെ സേവന നിയമങ്ങളൊക്കെ അനുസരിച്ച് എന്താണ് അവരെ സ്ഥിരപ്പെടുത്തണം. അവർക്ക് അതിനുള്ള ക്ലെയിം ഉണ്ട്. അവർ കോടതിയിൽ പോകും, അവർ ആവശ്യപ്പെടും. അങ്ങനെ ക്ലെയിമും ആവശ്യം ഉയർന്നു വന്നാൽ അവരെ സ്ഥിരപ്പെടുത്തേണ്ടി വരും. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ, കമലിനെ പോലുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു കത്ത് കൊടുക്കാതിരിക്കാനുള്ള സാഹചര്യം എങ്ങനെയാണ് നമ്മൾ സൃഷ്ടിക്കുക? ഘടനാപരമായി തന്നെ ഈ സംവിധാനത്തിൽ മാറ്റം വരുത്തണം. ഇതിനുള്ള നിയമനങ്ങൾ PSCയിലേക്ക് പോകണം. അങ്ങനെ വരുമ്പോൾ എന്താണ്, പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വന്ന ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാത്രമേ നിയമനം നടത്താൻ പറ്റൂ. ഒരു പാർട്ടിക്കും നിയമിക്കാൻ പറ്റില്ല, കോൺഗ്രസിന് നിയമിക്കാൻ പറ്റില്ല, CPM നിയമിക്കാൻ പറ്റില്ല. അപ്പൊ ഘടനാപരമായ നിയമന കാര്യങ്ങളിൽ സുതാര്യത ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്യുന്നത്. ഘടനാപരമായി PSCയെയും UPSCയും ഒക്കെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഈ കിലയുടെ കാര്യത്തിലും യുവജനക്ഷേമ ബോർഡിന്റെ കാര്യത്തിലും ലൈബ്രറി കൗൺസിലിന്റെ കാര്യത്തിലും ഈ സർക്കാരിന് കാത്തിരിക്കാമായിരുന്നില്ലേ? അങ്ങനെ ഒരു റൂള് വന്നതിനു ശേഷം PSCക്ക് നിയമനങ്ങൾ വിട്ടതിന് ശേഷം നിയമനം നടത്താമായിരുന്നില്ലേ? എന്തിന് അതിനു മുമ്പ് സർക്കാർ ധൃതിപ്പെട്ട് ഇവരെ സ്ഥിരപ്പെടുത്താൻ പോയി? അതാണ് ഈ യൂത്ത് കോൺഗ്രസ് ചോദിക്കുന്നത്. അല്ല അരുണേ, ഈ സ്ഥിരപ്പെടുത്തുന്ന 10-20 വർഷമൊക്കെ ജോലി ചെയ്ത ആൾക്കാർ, 10-17 വർഷമൊക്കെ ജോലി ചെയ്ത ആൾക്കാർ, അവർക്ക് ഇത്രയും കാലം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ അത് സ്ഥിരപ്പെടുത്തണം. നമ്മുടെ രാജ്യത്തെ ലേബർ നിയമങ്ങളനുസരിച്ച് അതിനുള്ള അവകാശമുണ്ട്. അവർക്ക് അത് അവകാശപ്പെടാം, ക്ലെയിം ചെയ്യാം. അങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ആളുകൾ എത്രയോ കാലമായി ഈ മേഖലയിൽ സേവനം ചെയ്യുന്ന ആളുകൾ, അവരെ സ്ഥിരപ്പെടുത്തേണ്ടി വരും. അങ്ങനെ സ്ഥിരപ്പെടുത്തുന്ന ഒരു സാഹചര്യം പുറംവാങ്ങൽ നിയമനമാണ് എന്ന ആക്ഷേപം നമുക്ക് ഒഴിവാക്കണമെങ്കിൽ, നിയമനത്തിൽ സുതാര്യത ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അത് PSCക്ക് വിടുകയും PSCക്ക് ഇത്തരം മേഖലകളിൽ നിയമനാധികാരം കൊടുക്കുന്ന ചട്ടങ്ങൾ ഉണ്ടാക്കുക, നിയമങ്ങൾ ഉണ്ടാക്കുക. അതാണ് ഇടതുപക്ഷ ജനാധിപത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം അനൂപ്, നേരത്തെ KT കുഞ്ഞിക്കണ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ എവിടെയാണ് ഈ 8 ലക്ഷം എന്നുള്ളതിന്റെ കണക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പറയുന്ന റെയിൽവേ അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നികത്തപ്പെടാതെ നിൽക്കുന്ന നിയമന നിരോധനം നിലവിലിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കണക്കുകൾ പെരുകുന്നത് എന്നാണ്. എങ്ങനെയാണ് യുവമോർച്ച പ്രതിനിധിക്ക് സംസ്ഥാന സർക്കാർ PSCയിൽ 1,51,513 പേർക്ക് അഡ്വൈസ് മെമ്മോ അയച്ചു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള ഒഴിവുകളിൽ 10% പോലും നികത്താൻ കഴിയാത്ത കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിക്ക്, യുവജന സംഘടനയുടെ പ്രതിനിധിക്ക് സർക്കാരിന്റെ കുറ്റപ്പെടുത്തൽ എന്താ അവകാശം എന്നാണ് KT കുഞ്ഞിക്കണ്ണൻ ചോദിക്കുന്നത്. ആരാണ് പറഞ്ഞത്? എന്താണ് ഇതിന്റെ ബേസിസ്? ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാൻ വന്ന കാര്യം ഇതായിരുന്നു. പീയൂഷ് ഗോയൽജി കഴിഞ്ഞ പാർലമെന്റിൽ ഇതേ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞ വളരെ വ്യക്തമായിട്ട് ഓൺ റെക്കോർഡായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ട്. 1.41 ലക്ഷം ആളുകൾക്കാണ് നോട്ടിഫിക്കേഷൻ കൊടുത്തത് 2018 റെയിൽവേ 1.43 ലക്ഷം ആളുകൾക്കാണ് 2019 കൊടുത്തത്. ഇത് റെയിൽവേയുടെ കാര്യം. ഇന്ത്യൻ ആർമി കഴിഞ്ഞ വർഷം 2019 റിക്രൂട്ട് ചെയ്തത് ഏകദേശം 40,185 ആളുകളെയാണ് ഇന്ത്യൻ ആർമി മാത്രം റിക്രൂട്ട് ചെയ്തത്. അങ്ങനെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ എനിക്ക് കേന്ദ്ര ഗവൺമെന്റ് സർക്കാരിന്റെ കണക്കുകൾ പറയാൻ പറ്റും. പക്ഷെ ഇന്നത്തെ ചർച്ചയിലെ മുഖ്യ പോയിന്റ് അതല്ല. പിൻവാതിൽ നിയമനമാണ് എനിക്ക് യുവമോർച്ച വീണ്ടും പറയുന്നത്. കാരണം സരിൻ പറഞ്ഞു, ഇപ്പോൾ സ്വപ്നയുടെ വിഷയം പിൻവാതിൽ നിയമനമായിട്ട് സരിൻ കാണുന്നില്ല എന്നുള്ളത്. പക്ഷെ ഇന്ന് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ യുവതയും സരിതയ്ക്ക് സ്വർണ്ണ തളികയിൽ വെച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ സാലറി ഉള്ള ജോലി കൊണ്ട് കൊടുത്തതിനെ പിൻവാതിൽ നിയമനം തന്നെയായിട്ടാണ് കാണുന്നത്. കാരണം PSC ചെയർമാൻ പറഞ്ഞതാണ്, എനിക്കിവിടെ ജോലികൾ കൊടുക്കാൻ കൊട്ടയിലിട്ട് വെച്ചിരിക്കുകയാണോ എന്നാണ് PSC ചെയർമാൻ വളരെ ധാർഷ്ട്യത്തോടു കൂടി ചോദിച്ചത്. അതാണ് ഈ സർക്കാരിന്റെ നയം. SFIയുടെയും DYFIയുടെയും കൊടി പിടിക്കുന്ന കേരള യൂണിവേഴ്സിറ്റിയിലെ കുത്തുകേസിലെ പ്രതികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പിൻവാതിൽ വഴി നിയമനവും അല്ലെങ്കിൽ അവർക്ക് ചോദ്യപേപ്പർ ചോർന്നു കൊടുത്തുള്ള നിയമനത്തിനുള്ള സഹായവും ഇങ്ങനെയുള്ള ഒരു നയമാണ് ഈ കേരള സർക്കാർ എന്റെ ഒരു സംശയം അനൂപേ, ഈ 2018 മാർച്ച് 1 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ കണക്ക് പ്രകാരം 6.83 ലക്ഷം ഒഴിവുകൾ കേന്ദ്ര സർക്കാരിൽ ഉണ്ട് എന്നാണ്. 2019 2020 ഇത്തരം ചോദ്യങ്ങൾ പലതവണ ചോദിച്ചിട്ടും പേഴ്സണൽ മന്ത്രാലയം അങ്ങനെ ഒരു കത്ത് പുറത്തിറക്കിയിട്ടില്ല. പ്രതിരോധ വകുപ്പിൽ, ആരോഗ്യ വകുപ്പുകളിൽ 30% വീതം തൊഴിൽ കേന്ദ്ര സർക്കാരിൽ ബാക്കി കിടക്കുന്നുവെന്നാണ്. തപാൽ വകുപ്പിൽ 25%, അവിടെ പുതിയ നിയമനമേ ഇല്ല. റെയിൽ വകുപ്പിൽ 20%, ആഭ്യന്തര വകുപ്പിൽ 10%. 3.5 ലക്ഷം തസ്തിക ഒഴിഞ്ഞു കിടക്കുന്ന റെയിൽവേ വകുപ്പിലാകട്ടെ നിയമനങ്ങൾ നടക്കുന്നതേ ഇല്ല എന്നാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. ഇല്ല അരുണ, അത് വസ്തുതാരഹിതമാണ്. ഞാൻ പറഞ്ഞല്ലോ 2019 1.43 ലക്ഷം ആളുകൾക്കാണ് ഇന്റർവ്യൂ കാർഡ് കിട്ടിയത്. 1.43 ലക്ഷം, അതായത് റെയിൽവേയുടെ മാത്രം കണക്ക് ഞാൻ പറഞ്ഞത്. പിന്നെ അരുൺ പറഞ്ഞത് എല്ലാം പേഴ്സണൽ മന്ത്രാലയത്തിന് കീഴിൽ വരത്തില്ല. ഇപ്പൊ
ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്ന് പോകുന്ന റിക്രൂട്ട്മെന്റ് ഒന്നും പേഴ്സണൽ മന്ത്രാലയത്തിന് കണക്കിൽപ്പെടുത്തുന്നില്ല. അതുകൊണ്ടാണ് ഡിഫൻസ് മിനിസ്റ്റർ എടുത്തു പറഞ്ഞത്. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ അങ്ങനെ നിരവധി വിഭാഗങ്ങളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ഡിഫൻസ് മിനിസ്റ്ററുടെ കണക്കുകൾ പേഴ്സണൽ മിനിസ്റ്റർ കിട്ടാത്തത് ആ ഡിഫൻസ് മിനിസ്ട്രി വരുന്ന 40,000-ന് മുകളിലുള്ള റിക്രൂട്ട്മെന്റ്, കഴിഞ്ഞ വർഷം നടന്ന റിക്രൂട്ട്മെന്റ് അത് ഈ കണക്കുകൾ പെടുത്തുന്നില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, കൃത്യമായിട്ട് എവിടെയെല്ലാം വേക്കൻസി ഉണ്ടോ ആ വേക്കൻസി എല്ലാം ഫില്ല് ചെയ്യാനുള്ള ഒരു നയവുമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുമ്പോട്ട് പോകുന്നത്. ശ്രീ പീയൂഷ് ഗോയൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് 8 ലക്ഷം മാത്രമല്ല. അല്ലല്ല, എന്റെ സംശയമില്ല. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കണക്കെന്തെന്നറിയോ? ഈ 3 പ്രധാനപ്പെട്ട ഏജൻസികളുമായിട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് റിക്രൂട്ട്മെന്റ് ഏജൻസി, ഈ 3 ഏജൻസികളും കഴിഞ്ഞ 2019-20 ദീർഘകാലത്തിന് ശേഷം നിയമന ഉപദേശം നൽകിയിരിക്കുന്നത് 1,34,755 തസ്തികകളിലേക്കാണ്. ഈ കണക്ക് സർക്കാർ പുറത്തുവിട്ട കണക്കാണെന്നേ. 3 പ്രധാനപ്പെട്ട വകുപ്പുകളിലെയാണ്. SSC-യുടെയും റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെയും UPSC-യുടെയും കണക്കാണ്. ഇത് 3 കണക്കുകളാണ്. ഞാൻ തരംതിരിച്ച് പറയാൻ വേണമെങ്കിൽ, UPSC-യുടെ കാര്യത്തിൽ 4,399, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ 13,995, ഇനി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് 1,16,391. ഇത്രയുമാണ്. അത് മൊത്തം കൂടി കണക്ക് നോക്കുമ്പോൾ 1,34,000. നോക്കൂ, ഇന്ത്യ രാജ്യത്ത് ഈ 3 വലിയ ഏജൻസികൾ നടത്തിയ നിയമനത്തെക്കാൾ അധികം അഡ്വൈസ് മെമ്മോ കേരള സർക്കാർ കൊടുത്തുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. അനൂപ്, അതായത് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽ ദാതാക്കളായിട്ടുള്ള 3 ഏജൻസികൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ തൊഴിൽ ഈ കേരള സർക്കാർ ഈ 1,51,513 അഡ്വൈസ് മെമ്മോ കൊടുത്തതിലൂടെ കൊടുത്തുവെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പിണറായി വിജയൻ നിയമസഭയിൽ നിന്നുകൊണ്ട് 1.5 ലക്ഷത്തിന് അടുപ്പിച്ച ആളുകൾക്ക് ജോലി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അരുൺ പറഞ്ഞു നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കായതുകൊണ്ട് അതിനെ വിശ്വാസയോഗ്യമായ കണക്കാണ് എന്ന്. ശരി, ഞാൻ അതിനെ കൗണ്ടർ ചെയ്യുന്നില്ല. എന്നാൽ പിന്നെ കേന്ദ്രമന്ത്രി പാർലമെന്ററി ഫ്ലോറിൽ നിന്നുകൊണ്ട് 1.43 ലക്ഷം റെയിൽവേ മാത്രം 2019 കണക്കാണ്. 2019 മാത്രം 1.43. അല്ലല്ല, ആ കണക്കിൽ റെയിൽവേ മാത്രമെന്നല്ല, ബാക്കി 2 ഏജൻസിയും കൂടെ ഉണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കണക്ക് തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല, കണക്ക് ശരിയാണ്. പക്ഷെ അതിനോടൊപ്പം SSC-യും ഉണ്ട്, UPSC-യും ഉണ്ട്. ഈ 3 ഏജൻസികളും കൂടി ഇത് റിക്രൂട്ട്മെന്റ് നമ്പർ കേരളത്തിൽ പിണറായി വിജയൻ കൊടുത്തതിനേക്കാൾ താഴെയാണെന്നാണ് അരുൺ എന്നോട് മുമ്പ് പറഞ്ഞത്. അതെ, അങ്ങനല്ലേ അരുൺ എന്നോട് ചോദിച്ചത്? അതെ, റെയിൽവേ മാത്രം 1.5 ലക്ഷത്തിന് അടുപ്പിച്ചുണ്ട് അരുണേ. അത്രേ ഉണ്ടതേ. കഴിഞ്ഞ 2016 മുതൽ റെയിൽവേയിൽ നിയമനം നടന്നിട്ടില്ലെന്നേ. 2019 കാര്യം ഞാൻ പറഞ്ഞത്. അല്ല, 16 മുതൽ നിയമനം നടന്നിട്ടില്ലെന്നേ. ഒരു വർഷത്തെ കണക്ക് ഞാൻ പറഞ്ഞത്. അതെ, സ്വാഭാവികമായി നിയമനം അങ്ങനെയാണല്ലോ വരുന്നത്. നിയമം തുടർച്ചയായി അക്യുമുലേറ്റ് ചെയ്താണല്ലോ നിയമനം കിടക്കുന്നത്. ഒരു അനുപചനം വളരെ വേഗം തിരിച്ചു വരാം. KT കുഞ്ഞിക്കണ്ണൻ, അനൂപ് ആവർത്തിക്കുന്നത് ഈ കേന്ദ്ര സർക്കാരിന്റെ കാലത്ത് നിയമനം നടത്തിയില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണ്. ഈ പാർലമെന്റിൽ തന്നെ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ, പീയൂഷ് ഗോയൽ അടക്കമുള്ളവർ ഈ കണക്കുകൾ കൃത്യമായിട്ട് ഉദ്ധരിച്ചു പറയുന്നു. 1.5 ലക്ഷത്തിനടുത്ത് അപ്പോയിന്റ്മെന്റുകൾ 2019 മാത്രം കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി നമ്മുടെ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചത്. കാരണം നിയമസഭയിലാണ് മുഖ്യമന്ത്രി ഈ ഷാഫി പറമ്പിൽ അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി തേടുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി 8 ലക്ഷത്തോളം കേന്ദ്ര സർക്കാർ തൊഴിൽ ഒഴിഞ്ഞുകിടക്കുന്നു എന്ന് പറഞ്ഞത്. അങ്ങനെ അനൂപ് പറയുന്നത് വാസ്തവമാണെങ്കിൽ മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു എന്ന് നമുക്ക് പറയേണ്ടി വരും. വളരെ വേഗം ഞാൻ തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക്. പിൻവാതിൽ നിയമനങ്ങളിലൂടെ PSC നിയമനങ്ങളെ കേരള സർക്കാർ അട്ടിമറിക്കുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. പിൻവാതിൽ നിയമനങ്ങളിലൂടെ ഈ PSC നിയമനങ്ങളെ അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടോ? ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുകയാണ്. 2ാം ഘട്ടം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ അനൂപ് പറയുന്നത് പ്രകാരം ഈ കേന്ദ്ര സർക്കാർ തിടുക്കപ്പെട്ട് നിയമനങ്ങൾ നടത്തി തുടങ്ങിയതിന്റെ കണക്കാണ് പറഞ്ഞത്. 1.5 ലക്ഷത്തിലധികം നിയമനങ്ങൾ റെയിൽവേ ബോർഡിൽ മാത്രമായി നടപ്പിലാക്കിയിരിക്കുന്നു എന്നാണ് അനൂപ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞത് പ്രകാരം ആ കണക്ക് തെറ്റാണ്. അത് 2019-20 കാലഘട്ടത്തെ കണക്കാണ്. അതിനുശേഷം വളരെ വലിയ രീതിയിലുള്ള നിയമനങ്ങൾ ഈ കേന്ദ്ര സർക്കാർ നടത്തി കഴിഞ്ഞിരിക്കുന്നു. 4.5 ലക്ഷത്തോളം നിയമനങ്ങൾ പല വകുപ്പുകളിലായി നടത്തി എന്നൊക്കെയാണ് പ്രചരണം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. അല്ല, അനൂപ്, രാജ്യത്തിന്റെ ഔദ്യോഗിക സ്ഥാപനങ്ങളുടെ തന്നെ കണക്കുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ. ലേബർ ബ്യൂറോയുടെ കണക്കുണ്ട്. അതിനപ്പുറത്ത് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കണോമിയുടെ CMEAയുടെ കണക്കുകളുണ്ട്. ഇന്ത്യ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലേഖയിലേക്ക് പോവുക. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള 3 നിയമന ഏജൻസികളുടെ കണക്കുകൾ തന്നെ പരിശോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള റെയിൽവേ പോലുള്ള സ്ഥാപനങ്ങളിലും അതേപോലെ തന്നെ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഒഴിവുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇവിടെയെല്ലാം തന്നെ താൽക്കാലിക നിയമനങ്ങൾ മാത്രമാണ് സമീപകാലത്ത് നടക്കുന്നത്.
എന്ന് മാത്രമല്ല ഈ മേഖലകളിലെല്ലാം തന്നെ എന്താണ് സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കാറ്ററിംഗ് തുടങ്ങിയപ്പോ എല്ലാ മേഖലകളും എന്താണ് ക്ലീനിങ്, ഈ മേഖലകളെല്ലാം തന്നെ എന്താണ് സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ പീയൂഷ് ഗോയൽ പാർലമെന്റിൽ പറഞ്ഞ കണക്ക് എന്റെ മുമ്പിലില്ല. പാർലമെന്റ് അദ്ദേഹം പറഞ്ഞ കണക്കിന് അദ്ദേഹം ആധാരമായി എടുക്കേണ്ടത് എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരം കണക്കുകൾ ശേഖരിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന ലേബർ ബ്യൂറോവിന്റെ കണക്കാണ്. അത്തരം ബ്യൂറോവിന്റെയൊക്കെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ 8 ലക്ഷത്തോളം ഒഴിവുകൾ കേന്ദ്ര സർവീസിൽ ഒഴിഞ്ഞുകിടക്കുകയാണ്. അത് സെൻട്രൽ സെക്രട്ടേറിയറ്റ് തൊട്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള റെയിൽവേ പോലുള്ള നിരവധി പൊതുമേഖലാ ബോർഡുകളിൽ സ്ഥാപനങ്ങളിൽ ഒഴിവുകിടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിയമനാധികാരമുള്ള റിക്രൂട്ട്മെന്റ് ബോർഡുകൾ, സ്റ്റാഫ് സെലക്ഷൻ കമ്മിറ്റികൾ, അതേപോലെ തന്നെ UPSC പരീക്ഷ നടത്തി പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്ര പേരെ നിയമിച്ചു? നിയമന നിരോധനമാണ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ. ആ നിയമന നിരോധന വാദങ്ങളെ മറികടക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ, പ്രധാനമന്ത്രിയുടെ തൊഴിലുറപ്പ് നൽകുന്ന പദ്ധതിയിൽ, വായ്പാ സഹായ പദ്ധതികളിലൂടെ ഞങ്ങൾ ഇത്ര പേർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാദമാണ് BJPയുടെ നേതാക്കൾ പാർലമെന്റിനകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമാകുന്നു എന്നുള്ളതാണ്. ആ അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നതിന്റെ കാരണം സർക്കാർ ഏജൻസികളിൽ നിയമന നിരോധനം ഉള്ളത് കൊണ്ടാണ്. അതിന്റെ സ്വകാര്യവൽക്കരണമാണ്. നടക്കുന്ന നിയമനം റെയിൽവേ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കരാർ നിയമനം, താൽക്കാലിക നിയമനം മാത്രമാണ്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇപ്പൊ കെ സ്വിഫ്റ്റ് വിഷയത്തിൽ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിയാതെ പോകുന്നതും ഇതേ വാദമാണ്. കെ സ്വിഫ്റ്റിൽ KSRTCക്ക് മുന്നിൽ നിർത്തിക്കൊണ്ട് പിൻവാതിൽ നിയമനം നടത്താനുള്ള കളമൊരുക്കുകയാണെന്നുള്ളതാണ് പ്രതിപക്ഷ സംഘടനകളുടെ TDFന്റെ പ്രധാനമായിട്ടുള്ള ആരോപണം. ഒരു ഭാഗത്ത് KSRTCയെ മുന്നിൽ നിർത്തി സ്വിഫ്റ്റിലൂടെ സ്വകാര്യ നിയമനങ്ങൾ നടത്താൻ സർക്കാർ ഒരുങ്ങുന്നു എന്ന വാദവും ഈ ഘട്ടത്തിലുണ്ട്. അപ്പോൾ അത് കേന്ദ്ര സർക്കാരിന് മാത്രമല്ല, ഈ സ്വകാര്യ താൽക്കാലിക കരാർ ജീവനക്കാരെ കേരള സർക്കാരും ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി ചില കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. VD സതീശൻ നിയമസഭയിൽ പറഞ്ഞത് ഏകദേശം 1,14,000-ഓളം തൊഴിലുകൾ കരാർ നിയമനം നടത്തിയിരിക്കുന്നു ഈ സർക്കാർ എന്നാണ്. എന്നാൽ മുഖ്യമന്ത്രിയാകട്ടെ സഭയിൽ പറയുന്നത് 33,000 മാത്രമേ ഉള്ളൂ എന്നാണ്. ഇങ്ങനെ കണക്കുകളിൽ വ്യത്യസ്തമായി സരിൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തരത്തിനൊത്ത് കണക്കൊപ്പിച്ച് കളിക്കുകയാണ് സർക്കാർ എന്നതിനും അപ്പുറം വാസ്തവം പരിശോധിച്ചാൽ 1000-ഓളം നിയമനങ്ങൾ നടക്കേണ്ട ലിസ്റ്റുകളിൽ 300 നിയമനങ്ങൾ മാത്രം നടക്കുകയും അതേ പോസ്റ്റുകളിൽ വേക്കൻസി ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. അഡ്വൈസ് മെമ്മോ അയച്ചവരിൽ 1/3 പേർ മാത്രമേ നിയമനത്തിന് എത്തിയിട്ടുള്ളൂ സാർ. ബാക്കിയുള്ളവരെല്ലാവരും 1, 2, 3, 4 ലിസ്റ്റുകളിൽ ഒരേപോലെ ഇടം പിടിക്കുന്നവരുടെ എണ്ണം കൂടി കൂട്ടിച്ചേർത്താണ് ഈ 1,51,000 ഉണ്ടാക്കിയിരിക്കുന്നത്. കണക്ക് പറഞ്ഞാൽ അത് 1,00,000-ൽ താഴെ മാത്രമേ നിയമനം നൽകിയിട്ടുള്ളൂ ഈ സർക്കാർ. അതാകട്ടെ UDF സർക്കാരിന്റെ കാലത്തെ അപേക്ഷിച്ച് കുറവുമാണ്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, 1,51,513 പേർക്ക് നിയമനവും അഡ്വൈസ് മെമ്മോവും ഇല്ലില്ല, നിയമനം നൽകിയിട്ടില്ല. അഡ്വൈസ് മെമ്മോ ആണ്, നിയമനമല്ല. അഡ്വൈസ് മെമ്മോ നിയമന നടപടിയുടെ ഭാഗമാണത്. അല്ലല്ല, അഡ്വൈസ് മെമ്മോ സർ അങ്ങനെയല്ല. അഡ്വൈസ് മെമ്മോ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനും സരിനും അങ്ങും അനൂപും എഴുതിയിരിക്കുന്ന ടെസ്റ്റുകളിൽ നമ്മൾ ഒരാൾ തന്നെ 4 or 5 ടെസ്റ്റുകൾ എഴുതിയാൽ അതിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ എനിക്ക് തന്നെ 4 അഡ്വൈസ് മെമ്മോ അയക്കാം. അങ്ങനെയാണ് മൊത്തം കണക്കുകൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ അപ്പോയിന്റ്മെന്റ് നേടിയവർ എത്രയാണ് എന്ന് സർക്കാരിന് ചോദിക്കുമ്പോഴാണ് കള്ളക്കളി പുറത്തു വരുന്നത്. 1,51,000 എന്ന് സർക്കാർ പറഞ്ഞത് അഡ്വൈസ് മെമ്മോ അയച്ചവരാണ്, അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുത്തവരല്ല. അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുത്തവർ, അപ്പോയിന്റ്മെന്റ് എടുത്തവർ ഇതിന്റെ പകുതി മാത്രമേ വരൂ എന്നാണ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ കൂടി പറയുന്നത്. അങ്ങനെ വന്നാൽ UDF സർക്കാരിന്റെ കാലത്തേക്കാൾ കുറഞ്ഞ PSC നിയമനമാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെതെന്ന് പറയേണ്ടി വരും. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അങ്ങനെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം കേരളത്തിലില്ല. കേരളത്തിൽ PSCക്ക് നിയമനാധികാരമുള്ള മേഖലകളിൽ സർക്കാർ സർവീസിൽ പരമാവധി തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി കരാർ നിയമനമോ താൽക്കാലിക നിയമനമോ പരമാവധി കുറച്ചു കൊണ്ടുവന്നു. താൽക്കാലിക നിയമനവും കരാർ നിയമനവും നടത്തുന്ന സർക്കാരിന്റെ കീഴിലുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ PSCക്ക് നിയമനാധികാരം കൊടുത്തുകൊണ്ടുള്ള ഒരു നീക്കമാണ്. ഭരണപരമായി ഏറ്റവും സുതാര്യമായ ഒരു നീക്കമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്നത്. പക്ഷേ ഞങ്ങളുടെ മുമ്പിലുള്ളത് സ്വപ്ന സുരേഷിന്റെ നിയമനമാണ്. കശുവണ്ടി കോർപ്പറേഷനിൽ സ്വന്തമായിട്ട് 3 ലക്ഷം രൂപ ശമ്പളം എനിക്ക് കിട്ടാൻ അർഹതയുണ്ടെന്ന് എഴുതി ഈ കശുവണ്ടി തൊഴിലാളി ഈ വികസന കോർപ്പറേഷനിൽ നിന്ന് കള്ളത്തരം കാണിച്ച് ഖാദി കോർപ്പറേഷനിലേക്ക് പോയ ഒരാളെ നിയമിച്ച സർക്കാരാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നതുകൂടി വാസ്തവമാണ്. ശ്രീ സരിൻ, താങ്കളിലേക്ക് വന്നാൽ ഇപ്പോൾ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതുപോലെ ഈ ബോർഡുകളെയും കോർപ്പറേഷനുകളുടെയും എല്ലാം നിയമനം PSCക്ക് വിടാനായി
എതിരായിട്ട് സന്മനസ് കാണിച്ചൊരു സർക്കാരിനെ നിങ്ങൾ സ്വജനപക്ഷപാതം നടത്തിയെന്നോ പിൻവാതിൽ നിയമനം നടത്തിയെന്നോ പറഞ്ഞ് കളിയാക്കരുത്. അവാസ്തവമാണ്. ഈ ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയ സർക്കാർ എന്ന ഒരു ഖ്യാതി ഈ പിണറായി വിജയൻ സർക്കാരിനുണ്ടെന്നാണ്. പക്ഷേ വാസ്തവം മറിച്ചാണെന്ന് കൂടി ചില കണക്കുകൾ പറയുന്നുണ്ട്. സരിൻ അരുൺ നമ്മുടെ ഈ എനിക്ക് എന്റെ എക്കോ തിരിച്ചു കേൾക്കുന്നു, ഓഡിയോ ഒന്ന് ശരിയാക്കണം. അരുൺ, നമ്മുടെ തൊഴിലില്ലായ്മ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പല കണക്കുകളും CPM അവതരിപ്പിക്കും. അതിനെ അവർ ട്രൂത്ത് എന്ന് വിളിക്കും, അതിനെ അവർ പല പേരിലിട്ട് വിളിക്കും. അവരുടെ പഴയ MP-മാര്, തോറ്റ MP-മാരൊക്കെ യൂട്യൂബിലിടും. അങ്ങനെയൊക്കെ ഇടുന്ന സമയത്ത് അതിലെ വാസ്തവമില്ലായ്മയെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനെതിരെ കമന്റ് ഇട്ടവരുടെ ഒരു നിരയുണ്ടായിരുന്നു. ഒരു 6 മാസം 4 മാസം മുന്നെയൊക്കെ. ഒളിച്ചെടുക്കുക എന്നൊക്കെ നമ്മുടെ ഒരു നാടൻ പ്രയോഗം ഉണ്ടല്ലോ. ഇതുപോലെ ഒരു ഉദ്ദേശശുദ്ധിയും ഇല്ലാതെ ഒരു ചർച്ചയിൽ വന്നിരുന്ന് ഒരു സർക്കാരിന്റെ മേനി പറയുന്നത് കേൾക്കാൻ അതിന്റെ സ്തുതിപാഠകർക്ക് രസമുണ്ടാകും. ഇതിന്റെ ഗുണഭോക്താക്കളല്ലാതെ ഇതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ഇതിന്റെ പ്രശ്നങ്ങളിൽ പെട്ടുകിടക്കുന്ന ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു ഒറ്റ നയമാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. അവിടെ പരാജയപ്പെടുന്ന സർക്കാരിനെ പിന്നെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് നേരത്തെ അരുൺ തന്നെ പറഞ്ഞല്ലോ, ഞാൻ പിന്നെ അതിലേക്കൊന്നും പിന്നെ കടക്കുന്നില്ല. അപ്പോയിന്റ്മെന്റ് നടത്തപ്പെട്ട് ശമ്പളം കൈപ്പറ്റുന്ന പുതിയ നിയമനങ്ങൾ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ അത് 1 ലക്ഷത്തിൽ താഴെയാണ്. കരാറടിസ്ഥാനത്തിലാവുമ്പോൾ സർക്കാരിന്റെ ബാധ്യതകൾ കുറയും എന്നുള്ള ആ ഒരു സൗകര്യത്തിനെയാണ് മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അതിനൊരു റാങ്ക് ലിസ്റ്റ് വേണം എന്നുള്ള ഒരു പൊതു മിനിമം കോമൺ സെൻസ് പോലും ഇല്ലാതെ റാങ്ക് ലിസ്റ്റുകളെ അപ്രസക്തമാക്കിക്കൊണ്ട് ഏതൊരാളെ നിയമിക്കണം എന്നുള്ളതിന് പാർട്ടി തീരുമാനങ്ങൾക്കനുസരിച്ച് ആ ഇംഗിതങ്ങൾക്കനുസരിച്ച് പരീക്ഷ നടത്തിയാൽ തന്നെ പരീക്ഷ നടത്തിപ്പിന്റെ രീതികളിൽ പോലും പാർട്ടിയുടെ മാൻഡേറ്റുകളാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരത്തിലേക്ക് പോകുന്ന ഒരു അപകടത്തിനെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. അതൊരു പാർട്ടി സർവീസ് കമ്മീഷനായി മാറുകയാണ്. ഇതിനെ ജനങ്ങളുടെ മുന്നിൽ എക്സ്പോസ് ചെയ്യുമ്പോൾ ഇല്ലാത്ത കണക്കുകൾ കൊണ്ടുവന്നിരുന്ന് എത്ര കാലം ന്യായീകരിക്കാൻ പറ്റും? കാരണം ഇത് ഞങ്ങൾ നടത്തുന്ന സമരമല്ല. ഞങ്ങളെക്കാൾ ഇതിന്റെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്ന യുവജനങ്ങൾ എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവരുടെ വിവിധങ്ങളായിട്ടുള്ള അസോസിയേഷനുകൾ നടത്തുന്ന സമരത്തിന് യൂത്ത് കോൺഗ്രസ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ സരിൻ, നിങ്ങൾ എന്തുകൊണ്ട് ഈ കേന്ദ്ര ഏജൻസികളുടെ തൊഴിൽ നികത്തപ്പെടാതെ കിടക്കുമ്പോൾ അതിനെതിരെ സമരം ചെയ്യുന്നില്ല? ഇതാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. അരുൺ, ഇവിടുത്തെ ഒരു വിഷയം നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾക്കാണ് ഒരു സമരം എന്ന് വിളിക്കുന്നത്. കേന്ദ്ര സർക്കാർ എന്ന് പറയുന്ന ആ എൻറ്റിറ്റിക്കെതിരെ ഇവിടെ കേരളത്തിലെ സമരത്തിനേക്കാൾ വളരെ കൃത്യവും വ്യക്തവുമായ സമരങ്ങൾ ഭരണകിരാസ കേന്ദ്രമായിട്ടുള്ള ഡൽഹിയെ വിറപ്പിക്കുന്ന രീതിയിൽ നടത്തുന്നു. അതാണ് പറഞ്ഞു. അരുൺ, ഞാൻ പറയുന്നത് മുഴുവനാക്കും. അവിടേക്ക് വേണ്ടിയിട്ടുള്ള ആ സമര സജ്ജീകരണങ്ങൾക്കും സമര ക്രമീകരണങ്ങൾക്കും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സർവദാ സന്നദ്ധമാണ്. ഈ പ്രസ്ഥാനം ഞാൻ പറഞ്ഞല്ലോ, യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ യുവാക്കളുടെ പ്രതീക്ഷയും യുവാക്കളുടെ അഭിലാഷങ്ങളും അവരുടെ കരിയർ സ്വപ്നങ്ങൾക്കും എല്ലാം ഒരു താങ്ങാവുകയും സർക്കാരിൻ്റെതായ സംവിധാനങ്ങളിൽ നിന്ന് അവർക്ക് നീതി ലഭിക്കുക എന്നുള്ളതുമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നിയമങ്ങൾക്കെതിരെയും തൊഴിൽ നയങ്ങൾക്കെതിരെയും പ്രതികരിച്ച അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസിന്റെ വലിയ സമരമൊന്നും ഡൽഹിയിലോ ഡൽഹിയുടെ അതിർത്തികളിലോ കണ്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ കർഷക നിയമങ്ങൾക്കെതിരെ പ്രതികരിച്ച അത് കോൺഗ്രസിന് മേനി പറയാനൊന്നുമില്ല. പാവം പഞ്ചാബിലെ ഹരിയാനയിലെ കർഷകർ വന്ന് സമരം ചെയ്യുന്നത് കൊണ്ട് അവിടെ ഉണ്ടാവും. ആ സമയത്ത് നമ്മളുടെ പാർട്ടിയുടെ നേതാവ് എവിടെയായിരുന്നു എന്നൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ഇവിടെയാണ് ഒരു നേതാവിനെ അടിസ്ഥാനപ്പെടുത്തി ചില സബീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊള്ളുവാൻ എത്ര വേണമെങ്കിലും അതേ നേതാവ് തന്നെയാണ് തിരിച്ചെത്തിക്കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ അടക്കം സമരത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. ഇവിടെ എല്ലായ്പ്പോഴും പറഞ്ഞു ഒപ്പിക്കാൻ പറ്റുന്ന ഒരു ശ്രമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന്റേതായിട്ടുള്ള സമര രീതികൾക്ക്, കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രീതികൾക്ക് സ്വീകാര്യത കുറവുള്ളത് കൊണ്ട് സമരമേ ചെയ്യുന്നില്ല എന്ന് വരുന്നത്. അടിച്ചുപൊളിക്കലും കത്തിക്കലും അല്ല കോൺഗ്രസിന്റെ സമര രീതി. കേന്ദ്രത്തിനെതിരെ ഒരു സമരം നിങ്ങൾ ചെയ്തിട്ട് എത്ര കാലമായെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഈ 8 ലക്ഷത്തോളം എന്നൊക്കെ കണക്ക് പറയുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ പോലും പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അനൂപ്, നമ്മൾ ചർച്ച ഇവിടെ അവസാനിക്കുമ്പോൾ ഈ കേരള സർക്കാരിനെ കേന്ദ്ര സർക്കാരിനെ അപേക്ഷിച്ച് ഈ തൊഴിൽ നിയമനത്തിൽ വെല്ലപ്പോക്ക് കേരള സർക്കാരിനാണ് എന്ന നിലപാടിൽ തന്നെ ആയിരിക്കുമല്ലോ യുവമോർച്ച. ഈ യൂത്ത് കോൺഗ്രസിന്റെ അതേ പാതയിൽ യുവമോർച്ചയും മറ്റ് സമരപരിപാടികളിലേക്ക് ഇറങ്ങുകയാണോ വരും ദിവസങ്ങളിൽ? അരുണെ, സമരപരിപാടിയിലേക്ക് ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. കാരണം യുവമോർച്ച കുറെ മാസങ്ങളായിട്ട് ഈ സമരം, ഈ ഒരു നിയമന നിരോധനവും ഈ പിൻവാതിൽ നിയമനത്തിനെതിരായിട്ട് സമരമുഖത്ത് തന്നെയുണ്ട്. ഇപ്പൊ യൂത്ത് കോൺഗ്രസ് ഇന്ന് വന്നതുകൊണ്ട് അവർക്ക് TV കവറേജ് കിട്ടിയത് കൊണ്ട് ഇത് വലിയ ചർച്ചയായി.
യുവമോർച്ച എത്രയോ നാളുകളായിട്ട് എത്രയോ ഞങ്ങളുടെ പ്രവർത്തകർ ലാത്തി ചാർജിൽ അടികൊണ്ടും കേസുകൾ പ്രതിയായിട്ടും ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് തന്നെ സമരമുഖത്തുണ്ട്. അതുകൊണ്ട് പുതിയതായിട്ട് ഈ സമരത്തിൽ ഇറങ്ങേണ്ടി വരത്തില്ല യൂത്ത് കോൺഗ്രസിന്റെ ഉണ്ട്. യൂത്ത് കോൺഗ്രസിന് ഡൽഹിയിൽ സമരം ചെയ്യാൻ പറ്റാത്തതിന് കാരണം അവിടെ അങ്ങനൊരു വിഷയമേ ഇല്ല. കാരണം ഒരു ഉദാഹരണത്തിന് ഇപ്പൊ CPM പറഞ്ഞല്ലോ, CPM പ്രതിനിധി പറഞ്ഞല്ലോ, അതിനെ കോൺട്രാസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞോട്ടെ. അതായത് കഴിഞ്ഞ 2019 1 ലക്ഷത്തിൽ പരം വേക്കൻസികളാണ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിൽ വന്നത്, CRPF ഉൾപ്പെടെ. അതിനകത്ത് 14,585 പേർക്കാണ് റിക്രൂട്ട്മെന്റ് വഴി ജോലി കൊടുത്തത്. ഈ CAPF മാത്രമായിട്ടും RRB അതായത് റെയിൽവേയുടെ ഇതുവഴി RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ മാത്രം 9,900 അടുപ്പിച്ച ആളുകൾക്കാണ് തൊഴിൽ കൊടുത്തത്. ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ അങ്ങനെ സമരത്തിന് എന്തെങ്കിലും കാരണം വേണ്ടേ? ഇപ്പൊ ഇവിടെ പിൻവാതിൽ നിയമനം വഴി എത്രയോ മന്ത്രിമാരുടെയും ഇപ്പൊ KT ജലീൽ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മെഴ്സി കിട്ടിയമ്മ ഉൾപ്പെടെയുള്ള ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള അവരുടെ ബന്ധുക്കൾക്കും അവരുടെ ആൾക്കാർക്കും അല്ലേ ജോലി പിൻവാതിൽ വഴി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ ബന്ധുവിന് ജോലി കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? അല്ല, ഇവിടെ ഒരു മന്ത്രിയുടെ ബന്ധുവിന് ഏത് മന്ത്രിയുടെ ബന്ധുവിന് അനൂപേ കേരളത്തിൽ ജോലി കിട്ടിയത്? അതുകൊണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം KT ജലീലിന്റെ വളരെ അടുത്ത അനുയായിയായ ഒരു പ്രൈമറി സ്കൂൾ ഉദ്യോഗസ്ഥനെ ഒരു ഇൻഫർമേഷൻ കം റിസർച്ച് ഓഫീസർ എന്ന് പറഞ്ഞ് ന്യൂനപക്ഷ ക്ഷേമ ബോർഡില് തസ്തികയിൽ നിയമിച്ചിട്ട് IAS ലെവലിലേക്ക് അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിനെ കോടതിയിൽ പോകേണ്ടി വന്നു. അപ്പം ഞാൻ ചോദിക്കുന്നതാണ്, ഇവിടെ ഈ നിയമനങ്ങൾക്കെല്ലാം എന്തുകൊണ്ടാണ് കോടതി ഇടപെടുന്നത്? എന്തുകൊണ്ട് കേരളത്തിലെ ഒരു നിയമനങ്ങൾക്കും എതിരെ കോടതി ഇടപെടുന്നില്ല? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താൽക്കാലിക നിയമനത്തെ കോടതി സ്റ്റേ ചെയ്യുന്നില്ല? വളരെ വ്യക്തമല്ലേ, കോൺട്രാസ്റ്റ് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. കാരണം കേന്ദ്രത്തിൽ പിൻവാതിൽ നിയമനങ്ങളൊന്നും നടക്കുന്നില്ല, ചട്ടവിരുദ്ധമായിട്ടൊന്നും നടക്കുന്നില്ല, കൃത്യമായിട്ട് അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 ലക്ഷം വേക്കൻസി ഉണ്ടെങ്കിൽ 25,000, 30,000, 40,000 ആളുകൾക്ക് 2019 തന്നെ ജോലികൾ ലഭിച്ചു. നല്ല രീതിയിൽ അവിടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. അവിടെ പിൻവാതിൽ നിയമന തട്ടിപ്പുകളൊന്നുമില്ല, അല്ലെങ്കിൽ അവിടെ സ്വജനപക്ഷപാതമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയും കേന്ദ്രത്തിനെതിരെ ഒരു വിരൽ അനക്കാൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ് എന്നല്ല ആർക്കും സാധ്യമാണ്. ഉത്തർപ്രദേശിലെ അടക്കമുള്ള മധ്യപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നടന്ന ഒരു വലിയ ജോലി തട്ടിപ്പ് കുംഭകോണത്തിന്റെ പേര് നമുക്ക് ഇപ്പോഴും പരിചയമാണ്. വ്യാപമെന്നായിരുന്നു അതിന്റെ പേര്. അത് ഇപ്പോഴും ഉത്തരേന്ത്യയിൽ കേരളത്തിന്റെ അതിർത്തികൾക്കപ്പുറത്ത് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തൊഴിൽ തട്ടിപ്പായിരുന്നു അനൂപേ. അതങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ നമ്മുടെ രാജ്യത്ത് അത്തരം തട്ടിപ്പുകൾ അല്ല, തീർച്ചയായും അല്ലല്ല, അത് വ്യാപത്തിൽ നിങ്ങളല്ല ഉത്തരവാദി. ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കേരളമടക്കം ഇങ്ങനെ രാജ്യത്ത് നടക്കുന്ന തൊഴിൽ തട്ടിപ്പുകൾക്കിരയായി തീരുന്നത് യുവാക്കളാണ്. ആ യുവാക്കളെ സംഘടിപ്പിക്കാനുള്ള ഉത്തരവാദിത്വമുള്ള സംഘടനകളാണ് നിങ്ങൾ. പക്ഷേ താല്പര്യമുള്ള സർക്കാരുകൾക്കെതിരെ മാത്രമേ സമരം ചെയ്യുന്നുള്ളൂ എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അനൂപ്, നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. KT കുഞ്ഞിക്കണ്ണൻ ഒപ്പം ഡോക്ടർ സരിൻ ഈ ചർച്ചയിൽ ചേർന്നതിന്. എന്തായാലും തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരമാണ് ഇന്ന് നിയമസഭയുടെ മുന്നിൽ നമ്മൾ കണ്ടത്. വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് ഇന്ന് സംഘടിപ്പിച്ചിരുന്നു. അതിനെതിരെ പോലീസിന്റെ പ്രതിരോധവും ഉണ്ടായി. അതിനെ തുടർന്ന് സംഘർഷത്തിൽ കലാശിക്കുന്നതുമാണ് നമ്മൾ കണ്ടത്. ചോദ്യം ഇതാണ്, ഈ സർക്കാർ ഭരണം അവസാനിപ്പിച്ചു പോകുമ്പോൾ എത്രമാത്രം തൊഴിൽ നൽകാൻ സാധിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായൊരു കണക്ക് അഡ്വൈസ് മെമ്മോയ്ക്കും അപ്പുറം നിയമനം നൽകിയവരുടെ കണക്ക് ഈ സർക്കാർ പുറത്തുവിടുമോ? അങ്ങനെ വന്നാൽ അത് മുമ്പുള്ള സർക്കാരുകളെ അപേക്ഷിച്ചുള്ള കണക്കുകളെ താരതമ്യപ്പെടുത്താൻ നമുക്ക് വളരെ ഈസിയായി സാധിക്കുകയും ചെയ്യും. ഓർമ്മപ്പെടുത്തുന്നു, 1,81,513 എന്ന മുഖ്യമന്ത്രി പറഞ്ഞ കണക്ക് അഡ്വൈസ് മെമ്മോയാണ്, അപ്പോയിന്റ്മെന്റ് അല്ല. അതിൽ താഴെ മാത്രമായിരിക്കും നിയമനം നടന്നിട്ടുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യവുമാണ്. എത്ര കണക്ക് എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്.